ഗുരു 17 വർഷക്കാലം ശിവഗിരിയിൽ കർമ്മം ചെയ്തിട്ട് ഇവിടത്തെ അടുത്ത ഗുരുവാണ് ഞാൻ എന്ന് പറഞ്ഞില്ല. സ്വന്തം ആശയം ജനങ്ങളിലേക്ക് പകരാൻ പുതിയൊരു ആശ്രമം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ശാന്തിഗിരിയിൽ ഗുരു ചമഞ്ഞിരുന്ന് ഒരു സന്യാസി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തിട്ടും മതിയായില്ലേ? എത്ര ജന്മം അനുഭവിച്ചാലും തീരാത്ത അത്ര സ്വത്ത് ശാന്തിഗിരി വിശ്വാസികളെ പറ്റിച്ച് കരസ്ഥമാക്കിയിട്ടും മതിയായില്ലേ? വിശ്വാസികൾ എഴുതുന്ന എല്ലാ പുഷ്പാഞ്ജലിയിലും അവർ ആവശ്യപ്പെടാതെ തന്നെ ശിഷ്യപൂജിതയ്ക്ക് പുഷ്പാഞ്ജലി എന്ന് അവരെ കൊണ്ട് നിർബന്ധപൂർവം ചെയ്യിച്ച് അവരുടെ പണം ഊറ്റിയെടുത്താണല്ലോ ശ്രീയുടെ ഗുരു ശാന്തിഗിരിയിൽ വിലസുന്നത്. എനിക്ക് ശ്രീയോടും ശ്രീമതിയോടും നിങ്ങളുടെ ശിഷ്യപൂജിത ഗുരുവിനോടും പറയാനുള്ളത്, ക്വിറ്റ് ശാന്തിഗിരി. ശാന്തിഗിരി വിട്ട് പുറത്തു പോകൂ. ശബ്ദോച്ചരണം. അപ്പോൾ ശ്രീകുട്ടിയുടെയും ശ്രീമതി ചേച്ചിയുടെയും ഇന്നത്തെ മറുപടി വീഡിയോ എന്ന് പറഞ്ഞാൽ, ശ്രീകുട്ടി പറയുന്നുണ്ട്, ബ്രഹ്മശ്രീ കരുണാകര ഗുരു അല്ല എൻ്റെ ഗുരു ശിഷ്യപൂജിത അമൃതാജ്ഞാന തപസ്യാണെന്ന് പറയുന്ന ആ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, അദ്ദേഹം ഒട്ടനവധി ഘടകങ്ങൾ ഒരു 9 മിനിറ്റോളം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളും നമുക്കൊന്ന് കേട്ടിട്ട് അതിൻ്റെ മറുപടികൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ആ അവസാന ഭാഗത്ത് എങ്ങനെയാണത് ഗുരുവായതെന്നും അദ്ദേഹം പിന്നീട് അത് മാറ്റി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറുപടി പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തിനാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോർഷനിലേക്ക് സഞ്ചരിച്ചിട്ട് അതിന് മറുപടി പറയാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള അലവലാദികൾക്ക് മറുപടി പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. കേട്ടില്ലേ? ഇതുപോലുള്ള അലപരാധികൾക്ക് മറുപടി കൊടുക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയുടെ തുടക്കമാണത്. അത് കഴിഞ്ഞിട്ടാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഫസ്റ്റ് പോർഷനാണ് ആ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നമ്മൾ തന്നെ കണ്ടിട്ടാണ് മറ്റുള്ളവരായിട്ട് വിലയിരുത്തുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഒരു അലവലാദിക്ക് കാണുന്ന എല്ലാ അലവലാദിയായിട്ട് തോന്നുകയുള്ളൂ. മനസ്സിലായി? അപ്പോൾ നമുക്ക് അടുത്തത് കേൾക്കാം. ഗുരുവിനെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവെന്ന് അന്നത്തെ അറിവില്ലാത്ത ശിഷ്യ സമൂഹം അഭിസംബോധന ചെയ്തപ്പോൾ, കാരണം അറിവില്ലാത്തത് ഞാൻ പറയാൻ കാരണം ഞാൻ ഉൾപ്പെടെ കേട്ടില്ലേ? ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ അഭിസംബോധന ചെയ്തത് അന്നത്തെ വിവരമില്ലാത്ത ശിഷ്യ സമൂഹമാണെന്ന് പുള്ളി അടക്കം. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഗുരു എന്ന് പറയാൻ അവകാശപ്പെടുന്നവരും വരും. ഇമേജിന് വേണ്ടി പടച്ചു വിടുന്ന കള്ള കഥകളെ മൊത്തം അങ്ങ് പറഞ്ഞ അവന്മാര് അങ്ങ് നടപാടുകയും നാണമില്ലാത്തോ. അപ്പൊ ഇനി ആത്മീയ മൂത്തവന്മാര് ഇത് ഒരു കർമ്മമല്ലേ ആവും. കള്ളക്കഥകൾ പടച്ചു പിടിക്കണം എന്നാണ് പറയുന്നത്. ഇവരെന്ത് നാണവും മാനവും അഭിമാനമുള്ള ആൾക്കാരാണെന്നറിയാവോ? സത്യസന്ധരാണ്, നിർമ്മൽ ഹൃദയമുള്ള ആൾക്കാരാണ്, എല്ലാമാണ്. ഇനിയിപ്പോൾ ശ്രീമതിയുടെ തുടക്കമാണ്. മറ്റെന്താ പറയുക, സദ്ഗുരുശരണം പറഞ്ഞ് ശ്രീമതി വരികയാണ്. സദ്ഗുരുശരണം. എല്ലാവർക്കും ലൈഫ് ദീപാവലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ശ്രീ ഗുരുമാർഗത്തെ കുറിച്ചും ആശ്രമത്തെ കുറിച്ചും വിശ്വാസത്തെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അഭിവന്ദിത ശിഷ്യപൂജിത ക്രിസ്താനിയെ കുറിച്ചൊക്കെ ശ്രീ എങ്ങനെ നമ്മൾ ഈ ഒരു ഗുരുവിശ്വാസം എടുക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ വളരെ വിശദമായിട്ട് നമ്മളോട് സംസാരിച്ചു. അപ്പോഴാണ് വേറൊരു ചാനലിൽ വന്നിരുന്ന ഒരാള് പറയുകയാണ്, ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ അല്ല ശ്രീ ഗുരുവായി സ്വീകരിച്ചു, ശിഷ്യപൂജിതയെ ശിഷ്യ പരാജിത എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ആക്ഷേപിച്ചു വന്നു ഒരു വീഡിയോ ഇപ്പം. ശ്രീ പറയൂ ശ്രീ ഒരുപാട് ഗുരുമാർഗത്തെക്കുറിച്ചും ഒരുപാട് ഗുരുത്വത്തെക്കുറിച്ചും ആശ്രമത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും എന്താണ് പറയുന്നത് ഈ ശ്രീക്ക് പോലും അറിയില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ശ്രീ ചില കാര്യങ്ങൾ പറയുന്നത് തിരിച്ചു ചിന്തിച്ചാൽ ഇവരിലേക്ക് തന്നെ എത്തും. മനസ്സിലായി? ആ വീഡിയോ കണ്ടിട്ട് ഇവർ പറയുന്നത് എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ കൂടി, അല്ലെ എന്നെപ്പോലെ ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തരായ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അത് കൊള്ളുന്നത് ദ്വയാർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. ശ്രീ സംസാരിക്കുന്നതെല്ലാം നമുക്ക് കേട്ടാൽ മനസ്സിലാവും. തിരിച്ച് ഇവരെന്താണോ ചെയ്യുന്നത് അതിനേക്കാണ് തെറ്റാണെന്നുള്ള രീതിയിൽ ശ്രീ പറയാതെ പറയുന്നുണ്ട് പല ഭാഗത്തും. അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ശ്രീ ചെയ്തത് ഒരു നല്ല കാര്യമാണ്. എങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനും നമുക്കതിലൂടെ സഞ്ചരിക്കാനും ഒരുപാട് കാര്യങ്ങളിലേക്ക് ശ്രീ നമുക്ക് വഴികാട്ടിയായി മാറിയിട്ടുണ്ട്. മനസ്സിലായി? നിന്ദിക്കുന്ന കുഴപ്പമില്ല. ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാലും നമ്മളത് അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയിട്ട് നമ്മൾ അംഗീകരിക്കണം. ഇത്രയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയ ശ്രീയുടെ ഈ ഒരുപാട് വീഡിയോകൾ ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ആ വീഡിയോനെ കോട്ട് ചെയ്ത് തന്നെ സംസാരിക്കേണ്ട കാര്യം വരുന്നതെന്ന് വെച്ചാൽ എന്താണ്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇദ്ദേഹം മിണ്ടാതിരുന്ന ആർക്കും അറിയാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിൻ്റെ ഗുരു ആരാണെന്നോ ഇദ്ദേഹം ആരെയാണ് പ്രാർത്ഥിക്കണമെന്നോ അറിയാൻ പറ്റത്തില്ല.
പക്ഷേ ആശ്രമത്തിൻ്റെ മൈൻഡ് ഇവരിലൂടെയാണ് പുറത്തേക്ക് വന്നത്. കാരണം ഗുരുസ്വാമി അമൃതായനെയും ഈ പറഞ്ഞ ശ്രീകുട്ടിയും ശ്രീമതി ചേച്ചിയും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇതിന് മറുപടി എന്ത് പറയണമെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്താണ് ഇവർ പറയുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കേൾക്കുന്നവരൊക്കെ പഴയതുപോലെ എന്താ പറയുക, ഇവർ പറയുന്ന അപ്പാടെ വിഴുങ്ങുന്ന ആൾക്കാരല്ല. എല്ലാം വിശകലനം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് രേഖകൾ സഹിതം അല്ല എവിഡൻസ് സഹിതം ഇടുന്നത്. ഇവർ ഈ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഗുരുക്കന്മാരൊക്കെ കള്ളം പറയുള്ളൂ, പിന്നെ അതിനുള്ള ഗുരുവിൻ്റെ സമകാലികരെല്ലാം കള്ളത്തരം കാണിക്കുന്നവരും മനസ്സിലാക്കാത്തവരും ഗുരുനിഷേധികളാണെന്ന് പറയുന്നു വെക്കുന്നതെന്ന് വെച്ചാൽ ഈ അമൃതാജന്യാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണം. അവരാണ് കാണിക്കുന്നത് തോന്നിവാസം മൊത്തം. അവരാണ് ഗുരുവിരുദ്ധ പരിപാടികൾ കാണിക്കുന്നത്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം കാണിക്കുന്നത്. തമ്മിൽ തല്ലിക്കുക, കുടുംബകലം ഉണ്ടാക്കുക, ഡൈവേഴ്സ് ഉണ്ടാക്കുക, ഗുരു കൊടുത്ത വിവാഹങ്ങളെല്ലാം തമ്മിൽ തല്ലിച്ച് ചിതറിക്കുക, പിന്നെ ഗുരുഭക്തരായ ആൾക്കാരെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുക. പക്ഷേ ആരും സധൈര്യം വന്നിട്ട് ഇത് പറയാനായിട്ട് ആരും മുന്നിട്ടിട്ടില്ല. കാരണം ഒരു ഡൈവേഴ്സ് കേസ് നടക്കുമ്പോൾ അതിൻ്റെ മുഖ്യ പ്രതി എന്ന് പറഞ്ഞാൽ ഇവരാണ്. ഇവർ പറഞ്ഞിട്ടാണ് ഓരോ കുടുംബത്തിലും എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. രണ്ട് നല്ല ഫ്രഷായിട്ടുള്ള കുടുംബങ്ങൾ തമ്മിൽ ബന്ധം വരുമ്പോൾ തന്നെ പറയും ഭർത്താവിനെ സൂക്ഷിക്കണം, ഭാര്യനെ സൂക്ഷിക്കണം. പിന്നെ അത് തന്നെയല്ല അച്ഛനമ്മമാരെ വിളിച്ചിട്ട് പറയും അവൾ വരുമ്പോൾ ഇങ്ങനെ കാണിക്കണം, ഭാര്യയുടെ വീട്ടുകാരോട് പറയും ഭർത്താവ് വരുമ്പോൾ അവനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ, അവനെ പരമാവധി താറടിക്കണം, അത്രയും ഗുണമുള്ളൂ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിലുള്ള വീഡിയോകൾ വരുന്നതേ ഉള്ളൂ. അതിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്കൊന്ന് പറഞ്ഞിട്ട് അല്ല ഇതൊന്ന് കേട്ടിട്ട് ശ്രീകുട്ടി എന്താ പറയണമെന്ന് നോക്കാം. മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്, പല പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുണ്ടാവും. കുറെ ചോദ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ. ഈ ഒരു പശ്ചാത്തലത്തിൽ ശ്രീ എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ശ്രീ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് ആരോപണങ്ങളും ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മറുപടി വേണം. അപ്പോൾ ശ്രീകുട്ടി ഒന്ന് പറയൂ എന്ന് ശ്രീമതി മൊഴിഞ്ഞു. അപ്പോൾ ശ്രീകുട്ടി എന്ത് പറയണമെന്ന് നമുക്ക് നോക്കാം. അനുസരിച്ച് ഞാൻ മറുപടി പറയാം. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ നേരിടുന്നതോ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളെ നേരിടുന്നതോ ഒന്നും അല്ല ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ആത്മീയ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്, കുറെ ആത്മീയ ജീവിതം. അപ്പൊ ഇവര് വന്ന് നമ്മളോട് കുറെ വേദാന്തം, അതായത് നമ്മളെങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നെല്ലാം ഇവരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവര് വന്ന് പറയും അത് നിങ്ങൾ അറിയാതെ ആരെങ്കിലും നിങ്ങളെ വഴക്ക് പറയുന്നെങ്കിൽ അതൊരു കർമ്മമാണ്, അത് ഇങ്ങനെയാണ് അങ്ങനെയാണ്, അത് അങ്ങനെ സഹിക്കണം ഇങ്ങനെ സഹിക്കണം എന്നെല്ലാം വന്ന് പറയും. അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പോകണം. അങ്ങനെയുള്ള ഇതുപോലുള്ള ആത്മീയ ജീവികളെ കൊണ്ട് നമുക്ക് ഒരു നിവൃത്തിയില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പലപ്പോഴും വരും ഇതുപോലുള്ള ആത്മീയ ജീവികൾ തെറ്റിദ്ധരിച്ച് നമ്മുടെ വീഡിയോ നിർത്തി പോകുന്നതിന് നല്ലതാണ്. കാര്യം നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള നമുക്ക് നല്ല ബോധമുള്ള പക്വതയുള്ള മനുഷ്യരെയാണ് ആവശ്യം. അല്ലാതെ ഈ ആത്മീയ ജീവികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ തടസ്സം. ഒന്നാമതായി നിങ്ങൾ ഈ ആത്മീയ ജീവികൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതുപോലുള്ള ഇതൊരു കർമ്മം അനുഭവിക്കുക അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടാക്കുന്നതല്ല. എനിക്ക് വേണമെങ്കിൽ എന്റെ കാര്യം നോക്കി സഹിച്ച് മര്യാദ ജീവിക്കാനുള്ള വഴി എനിക്കറിയാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ ഗുരുവിനെ കുറിച്ചും അല്ലെങ്കിൽ തന്റെ പ്രസ്ഥാനത്തെ കുറിച്ചും ആശ്രമത്തെ കുറിച്ചും വളരെ മനോഹരമായി വളരെ ധാർമ്മികമായി നടന്നു വരുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും എല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് വളരെ ക്രൂരമായതും നിന്ദ്യമായതും ആയിട്ടുള്ള പ്രവൃത്തി ചെയ്തു ഒരുപാട് വ്യക്തികളുടെ മനസ്സിൽ വിഷം കോരി നിറച്ച് ഒരുപാട് വ്യക്തികളുടെ ജീവന്റെ സായുജ്യമായ ആത്മീയ വളർച്ചയെ തകിടം മറിക്കുന്ന ഒരു വളരെ നിന്ദ്യമായ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയാണ് നമ്മൾ അപലപിക്കുന്നത്. ആ പ്രവൃത്തി ചെയ്ത വ്യക്തിയേക്കാൾ ഉപരി അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ ഇതുപോലുള്ള പൈശാചിക പ്രവൃത്തികളെയാണ് നമ്മൾ അപലപിക്കുന്നത്. ദൈവം ഇത് നമ്മളത് മനസ്സിലാക്കണം. കാര്യം നമ്മളെപ്പോലുള്ളവർക്ക് അവനവന്റെ കാര്യം നോക്കി ജീവിക്കാറിയും നമ്മളിത് ഏറ്റുപിടിക്കുന്ന ഒരർത്ഥത്തിൽ ഇതൊരു കുരിശാണ്. ഇപ്പൊ ഇതൊന്നും എന്റെ നേരെ വരുന്ന കാര്യങ്ങളല്ല. പണ്ട് മുതലേ ഞാൻ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമിക്കാനും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഇടപെടുന്നതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോ നമ്മൾ എന്നാലും ഇതിനെ ഇടപെടുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു നന്മയെ കരുതിക്കാൻ. കാര്യം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി അത് ഇത്രയും ഒരുപാട് വ്യക്തികൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദേഷ്യപ്പെട്ടാലോ അതിനെയൊക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ നോക്കാതെ അതിനൊരു ഉദ്ദേശമുണ്ട്. കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ അതിനെ നേരിടണമെന്നുള്ളൊരു വ്യക്തത ഈ ആധ്യാത്മിക ജീവികൾ മനസ്സിലാക്കും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള അലപരാധികൾക്ക് മറുപടി പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോ
ഇനി ഈ വാക്ക് തെറ്റായി എന്ന് പറഞ്ഞിപ്പോ ഓടി കൂടണ്ട. കാര്യം ഈ പ്രവൃത്തിയെ അലവലാതിത്തരമെന്നേ പറയാൻ പറ്റും. ഇദ്ദേഹം ചെയ്യുന്ന ഇതുപോലുള്ള പ്രവൃത്തികളെ അലവലാതിത്തരമെന്നേ നമുക്ക് പറയാൻ പറ്റും. കാര്യം അത്രയ്ക്ക് മ്ലേച്ഛമായ, അത്രയ്ക്ക് മോശമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കേട്ടില്ലേ? ഇതുപോലുള്ള അലവലാദികൾക്ക് മറുപടി പറയാൻ സമയമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയും. കാരണം എന്താണെന്നറിയോ, എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കലാണ്. എനിക്കിതൊന്നും തിരക്കേണ്ട കാര്യമില്ല. ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട് ആ ഒരു ആശ്രമത്തിലെ അമൃതാചന്യം ഗുരുരത്ന സ്വാമി. ഒന്ന് പശുക്കടത്തിൽ വ്യാജ ഒപ്പ് ഉണ്ടാക്കുക. കേന്ദ്ര സർക്കാർ വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ വ്യാജ ഒപ്പ് ഇട്ട് പശു കടത്താൻ ശ്രമിക്കുക. അതൊരു സത്പ്രവൃത്തിയാണ്. പിന്നെ സ്നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പൈസയും പ്രലോഭിപ്പിച്ചിട്ട് ഗുരുരത്ന സ്വാമി ചതിച്ച കഥ, അത് പത്മപ്രകാശസ്വാമി 2018 പുറത്തുവിട്ടായിരുന്നു. പിന്നെ അതൊന്ന്. മൂന്നാമത് മദ്യ കേസ്. എന്ന് വെച്ചാൽ അമൃതാചന്യ ഡയറക്റ്റ് ഇടപെട്ടിട്ട് മദ്യത്തിന് വേണ്ടി പണം, എന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റിലറി തുടങ്ങാൻ വേണ്ടി അമൃതാചന്യ ശ്രമിച്ചു. എങ്ങനെയും പണം വാരുക എന്നുള്ളതാണ്. അതിപ്പോൾ പർണശാല പണിതാലും കൊള്ളാം, ഗുരുരൂപം ഉണ്ടാക്കിയാലും കൊള്ളാം, ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊരു സമുച്ചയം ഉണ്ടാക്കിയാലും കൊള്ളാം, സ്ഥാപനങ്ങൾ തുടങ്ങിയാലും കൊള്ളാം, പഞ്ചകർമ്മ സെൻറ്ററുകൾ തുടങ്ങിയാലും കൊള്ളാം. പഞ്ചകർമ്മ സെൻറ്റർ തുടങ്ങുന്നതിന് പല കാര്യങ്ങളുണ്ട്, പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഒരു പഞ്ചകർമ്മ സെൻറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് അഡ്വാൻസ് കൊടുത്ത് അതിലേക്ക് പണിയുമ്പോൾ ഒരാളവിടെ നിയോഗിക്കും. ഒരു 10 ലക്ഷം രൂപക്കാണ് അത് എടുക്കണമെങ്കിൽ, ഒരു വാടക എടുക്കണ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിലേക്ക് ഒരു 25 ലക്ഷം രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്യിക്കും. എന്നിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാളവിടെ കൊണ്ട് നിയോഗിക്കും. എന്നിട്ട് അവനോട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, നീ അതിൽ കമ്മീഷൻ അടിച്ചുകൊണ്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. കാരണം 1 ലക്ഷം രൂപക്ക് സാധനം മേടിച്ചാൽ 50,000 രൂപയുടെ സാധനം മേടിക്കാവുള്ളൂ. ബാക്കി 50,000 രൂപ ബില്ല് വേണം. പക്ഷേ എന്താ പറയുക, നീ 25,000 എടുത്തു, ബാക്കി 25,000 പെർസെൻറ്റേജാണ് ഞാൻ പറയുന്നത്, 1 ലക്ഷം രൂപ. അപ്പോൾ 25 ലക്ഷത്തിന് എത്ര കിട്ടുമെന്ന് നോക്കിക്കോളണം, എത്ര രൂപ പണി അവിടെ നടക്കുമെന്ന് നോക്കിക്കോളണം. 25,000 നീ എടുത്തോ, ബാക്കി ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക, അവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് ഈ ഗുരുരത്നം വിളിച്ച് പറയും. അപ്പോൾ ചെയ്യുന്നവന് ഈ പറയുന്ന 1,25,000 രൂപ വെച്ച് കമ്മീഷൻ കിട്ടും. ബാക്കി 25,000 അവൻ എന്ത് ചെയ്യും? 50,000 അടിച്ചു മാറ്റണം. 1,50,000 അടിച്ചു മാറ്റണമെങ്കിൽ ബാക്കി 25,000 ഇയാൾ പറയുന്ന ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് ഇവൻ ഇട്ട് കൊടുക്കും. അങ്ങനെ എല്ലാ തലത്തിലും പൈസ ഡൈവേർട്ട് ചെയ്ത് ആശ്രമം എന്നും കടക്കണിയിലും ഈ ഗുരുരത്നസ്വാമി അമൃതാചന്യം അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്നും റിച്ചായിട്ട് ജീവിക്കാനുള്ള സാധ്യതകൾ. മനസ്സിലായോ? അപ്പോൾ അതിൻ്റേതായ വിശദമായ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. പക്ഷേ ഇതൊക്കെയാണ് നന്മകൾ. പിന്നെ അതുതന്നെയല്ല, ഓരോ കുടുംബത്തിനും കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുക. ഇവരെ എതിർക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് ആ പെൺകുട്ടീനെ വെച്ച് അവിടെ ഒരു ഗെയിം കളിച്ച് ആ കുടുംബം ശിഥിലമാക്കി അതൊരു ഡൈവേഴ്സിൽ എത്തിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ആരും ഈ നന്മ മനസ്സിലാക്കി ഇവരുടെ പേര് കോടതി പരാമർശിക്കാത്ത കൊണ്ടാണ്. പിന്നെ പണം തട്ടിപ്പിക്കുന്ന കാര്യത്തിൽ ഇവരുടെ പേര് കോടതിയിൽ പരാമർശിക്കാത്ത കൊണ്ടാണ്. എല്ലാവരും കാണുന്നത് ഈ ബാലുകളെയാണ് കാണുന്നത്. ഈ തലയാണിത് പ്രവർത്തിക്കണമെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കിയാണ് മദ്യക്കേസിൽ ഇവരുടെ ഇവരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞ് അതിൻ്റെ വാദിയായ ആൾ പരാമർശിച്ചപ്പോൾ പൈസ കിട്ടി. അതുപോലെ ഈ വിവാഹ കേസുകളെല്ലാം ഇവർ പറഞ്ഞ് ചാട്ടയെ കയറ്റിയിട്ടാണ് ഈ പറയുന്ന കുടുംബങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് കോടതി പറയാൻ ഒരാൾക്കും ധൈര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയാം ഇവർ പറഞ്ഞിട്ടാണെന്ന്. പക്ഷേ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുരത്നൻ്റെ ഗുണ്ടകൾ വരുമോ, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുമോ, അല്ലെങ്കിൽ ഇവർ വിഷം കൊടുത്ത് കൊല്ലുമോ, അല്ലെങ്കിൽ ഇവിടെ കയറ്റാതിരിക്കുമോ എന്നുള്ള ഭീതികൾ. ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ഇതെല്ലാം പൊളിയും. മനസ്സിലായോ? ഒരു പ്രത്യേക ഘട്ടം നിയമപരമായിട്ട് കോടതികളിൽ ഇവർ പ്രതിയായിട്ടൊരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അതിൻ്റെ ശ്രമമൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനൊരു ഘട്ടം വരുമ്പോൾ ഇവർ ഈ പറയുന്ന ഈ പുറകിലേക്ക് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ മുന്നിലേക്ക് വന്ന് അവർ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. എന്നെ എത്ര പേരാണ് വിളിക്കണമെന്ന് അറിയാമോ? എന്നെ വിളിച്ചിട്ട് പറയണമെന്ന് വെച്ചാൽ, എൻ്റെ മോളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത് ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറയണ കാര്യമാണ്. കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷം സ്ത്രീധനവും കൊടുത്തു, ഇവർ പറഞ്ഞ പൈസ എല്ലാം കൊടുത്തു, ഇവർക്ക് സമർപ്പണം കൊടുത്തു, അവരാ ഇത്ര പെർസെൻറ്റേജ് പറഞ്ഞിരുന്നു കല്യാണത്തിന്, അതും കൊടുത്തു ആശ്രമത്തിലേക്ക്. അതും കൊടുത്തു കഴിഞ്ഞിട്ട് കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ പറയണ ഈ ചെക്കൻ്റെ അമ്മ ഇവർ കിടക്കുന്നതിൻ്റെ നടുക്കേറി കിടക്കുമെന്ന് ബെഡ്റൂമിൽ. അതൊരു തരം എന്താ പറയുക, എന്താ എന്നുള്ളത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പറയുന്നത്, അമൃതാചന്യ പറഞ്ഞ് കല്യാണമൊക്കെ നടക്കട്ടെ, പക്ഷേ ഇപ്പോൾ അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങാനുള്ള സമയമായിട്ടില്ല, ആ ചെക്കന് ഒരു അപകടം വരുമെന്ന്. ഈ ചെക്കൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് ചെക്കൻ്റെ അമ്മ ഇത് ചെയ്യാതിരിക്കുമോ പേടിച്ചിട്ട്. അപ്പം ഇങ്ങനെയുള്ള മനോവൈകൃതങ്ങളാണ് ഇവർ ചെയ്തു വെക്കുന്നത്. അങ്ങനെ അവിടെ ഒരു ഡൈവേഴ്സ് വക്കിലായി. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ട്, പക്ഷേ ചെക്കനെ കളയാൻ പറ്റുന്നില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരോട്, അമൃതാചന്യാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേര് പരാമർശിക്കൂ, കോടതിയിൽ അവരെ വരുത്തൂ, എന്നിട്ട് അവർ പറയട്ടെ, ഞാനല്ലെന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ഭയമാണ്. ഈ ഭയവും വേണം, അത് തന്നെയല്ല കാര്യം നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല.
പിന്നെ ഇവരെ പോലെയുള്ളവർക്കെന്ന് പറഞ്ഞാൽ ഒരു കുടുംബം തകർത്തിട്ട് ഈ അമൃതാജിനി ആ കുടുംബത്തിലേക്ക് വേറൊരുത്തനെ എത്തിച്ചു കൊടുത്താണ്. മനസ്സിലായി? രണ്ടാമത് വിവാഹം നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. ഈ കുടുംബം തകർക്കാനുള്ള വഴി എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലായി? ഇതാണ് ഞാൻ പണ്ട് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ടെന്ന്. ആസനത്തിൽ വാലുകെടുത്താൽ അതും ഒരു തണലായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഇല ഊരിയിട്ട് ആലിൽ നിന്ന് ഇല ഊരി ഈ പി ഉണ്ടാക്കി കളിക്കും, ഊതി കളിക്കും. കാരണം ഒരു തണലുമായി പി ഉണ്ടാക്കാനുള്ള ഒരു സാധനമായല്ല. പക്ഷേ ആസനത്തിലാണ് ഈ വാല് കെളുത്തേക്കണതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരുപാട് ആൾക്കാർക്കില്ല. ഇതുപോലെയാണ് പലരുടെയും ഈ അവസ്ഥ. അതുകൊണ്ട് ശ്രീകുട്ടിക്കെന്ന് പറഞ്ഞാൽ അന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ആവശ്യമൊന്നും ശ്രീകുട്ടിക്കില്ലെന്ന് ശ്രീകുട്ടി തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ശ്രീകുട്ടീനെ അവിടെ ഇരുത്താൻ സമ്മതിക്കണ്ടേ? അപ്പം തന്നെ ഗുരുരത്നം പറയും, പിന്നെ അമൃതേനും പറയും, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ഞങ്ങളല്ലേ, നീ എന്ന് പറയൂ, നിനക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതല്ലേ, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, നീ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാവം വന്ന് ഇതൊക്കെ പറയുന്നത്. അത് ഈ പറയാതെ പറയുക എന്ന് പറയില്ലേ, അതാണ്. പക്ഷേ ഈ ശ്രീകുട്ടിയുടെ ചില വീഡിയോകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശ്രീകുട്ടി ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പറയുന്നത് നമ്മളിലാണേലും പക്ഷേ അവസാനം ചെന്ന് എത്തുന്നത് ഒന്ന് തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ കൃത്യമാണ്. ഈ അമൃതാജന്യ ചെയ്ത് കൂട്ടുന്ന, ഗുരുരത്നം ചെയ്ത് കൂട്ടുന്ന കാര്യത്തിലേക്കാണ് ഇതെല്ലാം പ്രതിസ്ഥാനത്ത് അവരാ വരുന്നത്. അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോ പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും കാലം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് എതിരെ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് എതിരെ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതൊന്നും അല്ല മറുപടി. എന്റെ ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് എന്നോട് സംസാരിക്കുന്ന വിശ്വാസ സമൂഹം, എന്റെ ഫ്രണ്ട്സും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടതിന് ശേഷം അവര് ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഞാൻ മറുപടി. അല്ലാതെ ഇതേപോലുള്ള വ്യക്തികൾ വന്ന് എന്തെങ്കിലുമൊക്കെ വിവരദോഷവും പൊട്ടത്തരം വിളിച്ചു പറയുന്നതിന് ഞാൻ എന്ത് മറുപടി കൊടുക്കാനും, അല്ലെങ്കിൽ ഞാൻ മറുപടി കൊടുത്തവന്മാരും മനസ്സിലാകും. അപ്പം ഒന്നാമതായ ആൾക്കാരും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതേപോലുള്ള വ്യക്തികളോടല്ല സംസാരിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളും വിശ്വാസി സമൂഹവും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. പറഞ്ഞിട്ടില്ലേ, ഇദ്ദേഹം എന്നെ സംബന്ധിച്ചുള്ള വീഡിയോകൾക്കെല്ലാം മറുപടി പറയുന്നത്. അത് ആൾക്കാർക്ക് പുറകെ പിന്നെ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് ഇവരോട് ആൾക്കാർ അഭിപ്രായം ചോദിക്കുമ്പോൾ ഇവരതിന് മറുപടി പറയേണ്ടി വരുന്നു. അങ്ങനെ ഒരു ബാധ്യത ഇവർക്കുണ്ട്. മനസ്സിലായോ? കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ സുഹൃത്തുക്കൾക്കും പിന്നെ വിശ്വാസ സമൂഹത്തിന് വേണ്ടിയാണ്. അങ്ങനെ പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് ആ ആശ്രമത്തിൽ പോയി എന്ന് പറഞ്ഞാൽ പോരെ, സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ പോരെ. പബ്ലിക്കിൽ ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കണമല്ലേ, വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും കേൾക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ എനിക്കുള്ള മറുപടിയല്ല. അത് ഞാനും പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. കാരണം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് മറുപടി തരുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിനല്ലേ മറുപടി കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് ഡൊമൈനിൽ ഇദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് കാണുന്ന അതേ ആൾക്കാർ തന്നെ എൻ്റെ വീഡിയോയിലും കണ്ടോട്ടെ. അപ്പോൾ ആർക്ക് എല്ലാവരും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് അരിയാഹാരം ഉള്ളതിനും ഭക്ഷണം കഴിച്ച് ബുദ്ധി എല്ലാവർക്കും ഏകദേശം ഒരേപോലെയൊക്കെ ഉണ്ട്. അല്ലാതെ പണ്ടത്തെ കാലമല്ല. അമൃതാജിനി പറയണ അപ്പാടെ വിഴുങ്ങി വിശ്വസിക്കുന്ന ആ സമൂഹമൊക്കെ പോയി. കാരണം അത് ഗുരുവിലുള്ള ഭക്തി കൊണ്ടാണ് തനിക്ക് അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയെന്നുള്ള ചിന്തിക്കാനുള്ള കഴിവ് ആ സ്ത്രീക്ക് എനിക്കില്ലാതെ പോയി. അവർക്കൊരു ബുദ്ധി വേണ്ടേ? എന്നെ വിശ്വസിക്കുന്നത് അതിനൊരു കഥ പറയും. എന്താണെന്നറിയോ? കഴുതപ്പുറത്ത് ഒരു വിഗ്രഹം വെച്ച് നടന്നു പോയപ്പോൾ അവർ ഉത്സവത്തിന് ആ കഴുതയുടെ പുറത്തേക്ക് വിഗ്രഹത്തെ തൊഴുത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു വഴിയൊരിയിൽ, ഭക്തി പുരസരം. അപ്പോൾ കഴുത വിചാരിച്ചെന്താണെന്നറിയോ? കഴുതേനെ കണ്ടിട്ടാണ് ഈ തൊഴണേന്ന്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഇതാണ് ഇവർക്കുള്ളത്. ഇവരെ എല്ലാ യഥാർത്ഥത്തിൽ ആൾക്കാർ മാനിച്ചതും ബഹുമാനിച്ചതും സ്നേഹിച്ചതും ആരാധിച്ചതും പിന്നെ അനുസരിച്ചതൊന്നും ഗുരുവിനെയാണ്. പക്ഷെ ഇവരെന്ന് ഗുരുവിനെ തമസ്കരിച്ചോ അന്ന് ഇവരെ വെറും ഒരു ഇതായിട്ട് മാറി. പിന്നീട് ആ കഴുത നടന്നു പോയാൽ ആ കഴുതക്ക് എന്ത് കിട്ടും? ബഹുമാനം കിട്ടത്തില്ല. ആ കഴുതയുടെ പുറത്തിരിക്കുന്ന ആ ഒരു വിഗ്രഹത്തെയാണ്, ആരാധിക്കുന്ന വിഗ്രഹത്തെയാണ് ഈ പറഞ്ഞ പൊതു സമൂഹം മാനിച്ചത്. അതേസമയത്ത് ആ വിഗ്രഹം എവിടെയോ കളഞ്ഞുടച്ചിട്ട് കഴുത മാത്രം നടന്നു പോയാൽ ആരെങ്കിലും മാനിക്കുമോ? ആ ഒരു അവസ്ഥയിലായിപ്പോയി ഇവർ. മനസ്സിലായി? കാരണം ഇവരുടെ പുറംമുടി ഇവർ അഴിച്ചു കളഞ്ഞു. ഗുരു ഞാനാണെന്ന് എന്ന് പറഞ്ഞു അന്ന് തുടങ്ങി ഇവരുടെ അധപ്പതനവും വിശ്വാസമുഖവും ഇവരെ തിരിച്ചറിയാനുള്ള ആ ഒരു നീലക്കുറുക്കൻ എന്ന് പറയില്ലേ, നീലച്ചായം മാഞ്ഞു പോയപ്പോൾ കുറുക്കനായിട്ട് തെളിഞ്ഞു വന്നു എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ്. പിന്നെ ഇതിനെ പറഞ്ഞ് ശിഷ്യഭൂത ഭയങ്കര ഒരു സംഭവമാണെന്ന് പറയാൻ ശ്രമിച്ചിട്ട് അപഹാസ്യമായി മാറുകയാണ് ചെയ്തത്. പിന്നെ അത് തന്നെയല്ല, ഇവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുരത്നയിലൂടെ പുറത്തു വന്നു. ഗുരുരത്നം എന്ത് കാണിച്ചാലും
എന്ത് പെണ്ണ് കേസ് ഉണ്ടാക്കിയാലും, എന്ത് മദ്യ കേസ് ഉണ്ടാക്കിയാലും, എന്ത് ഗുണ്ടാക്രമണം നടത്തിയാലും, എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയാലും, എന്ത് പാവപ്പെട്ടവനെ ക്രൂശിച്ചാലും ഒന്നും ഇവർക്കൊരു വിഷയമല്ല. അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മനസ്സിലായി ഇത് ഗുരുത്വമല്ല. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗുരുത്വമില്ലായ്മയാണെന്ന് മനസ്സിലായി ഗുരുവിനോടുള്ള. അപ്പോൾ എന്താണ്, സാപരമ ജംഗമ വസ്തുക്കളെല്ലാം ഗുരുവിൻ്റെ വേണം, സുഖ സൗകര്യങ്ങൾ വേണം, എല്ലാം ഗുരു എന്ന് പറഞ്ഞാൽ മാത്രമേ ഇതെല്ലാം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇവർ ഗുരുവാണെങ്കിൽ ഇവരെവിടെയെങ്കിലും മാറിപ്പോയിരിക്കട്ടെ. ഇവർ ഗുരുവിൻ്റെ വീടെന്ന് പറഞ്ഞൊരു വീടുണ്ടാക്കിയിട്ടില്ല. അവിടെ പോയിട്ട് ഒരു മാസം ഇരുന്ന ഒരു കുഞ്ഞ് അവിടെ പോകത്തില്ല. കാരണം വെച്ചാൽ ഇവരെ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആശ്രമമാണ് വലുത്. അതുകൊണ്ടാണ് ഭക്തർ അവിടെ ചെല്ലുന്നത് ഗുരുവിൻ്റെ പ്രസൻസിന് വേണ്ടി. പക്ഷേ ഇവരതിനകത്ത് കയറി അടയിരിക്കുന്നത് കൊണ്ട് ഇവരെ കാണാൻ ചെല്ലണമെന്ന് ധരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അവരെ കൂടെ ആളുണ്ട് എങ്ങനെ ഇതേപോലെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ ചെയ്ത് കൊടുത്തതുകൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒന്നെങ്കിൽ വെടക്കാക്കി തനിക്കാകും, അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ തരികിട പരിപാടികളൊക്കെ കാണിക്കുന്നവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് കൊടുക്കും. പ്രേമിക്കുന്നവർക്ക് പ്രേമിച്ച് ഉല്ലസിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും വേണ്ടവർക്ക് അത് കൊടുക്കും. അങ്ങനെ കൊടുത്തൊരു വിഭാഗത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഗുരു സൃഷ്ടിച്ചത് ആത്മീയതയുടെ ആ ഒരു കാര്യത്തിലാണെങ്കിൽ ഇവരങ്ങനെയല്ല. ഇതിനെയെല്ലാം ഇല്ലീഗലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു കൊടുക്കും. എന്ത് വൃത്തികേട് കാണിക്കാനുള്ള അവസരവും അത് തന്നെയല്ല, മദ്യവും മയക്കുമരുന്നും എന്തും ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള അവസരവും, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഇവർ സൃഷ്ടിച്ചു കൊടുക്കും. കാരണം ഇതൊക്കെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനോട് കുടപിടിക്കുന്ന ആൾക്കാരെ ഇവർക്ക് വേണം, ഒരു ആരാധനാവൃന്ദം ഇവർക്ക് വേണം. ഇതേപോലെ പറയാനായിട്ട് പാണനെയും പാണത്തിനെയും വേണം. മനസ്സിലായില്ലേ? ഇതൊന്നും ഇവർക്ക് ആവശ്യമുണ്ടായിട്ടില്ല, പക്ഷേ ഇവരൊക്കെ നിർബന്ധിതമാകുകയാണ്. പക്ഷേ അവനവൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കില്ലാതെ പോയതാണ് ഇവർക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ അപജയവും ഗതികേടും. പകർത്തേ അപ്പോ ഇയാള് കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചു അത്ര. ഇപ്പോ ആദ്യ സമയത്ത് ഇദ്ദേഹത്തിന് ആധ്യാത്മിക വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് സംസാരിച്ചു വന്നപ്പോൾ മൊത്തം പൊട്ടത്തരമാണ് പറയുന്നതെന്ന് ഞാൻ വിശദീകരിച്ചപ്പോൾ അയാൾക്ക് അത് നിർത്തി. അതിനുശേഷം വ്യക്തിഹത്യ തുടങ്ങിയപ്പോൾ അതിലും നിർത്തുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അടുത്ത കുറെ ആരോപണങ്ങളും ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കും. അയാൾ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ ഞാൻ എന്താ അയാളുമായിട്ട് വല്ല കരാറുണ്ട്? അപ്പൊ ഞാൻ ഉത്തരം പറയും. അത് ഒന്ന് എനിക്ക് തോന്നുമ്പോ, പിന്നെ മറ്റത് എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചോദിക്കുമ്പോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഉത്തരം പറയും. കേട്ടില്ലേ? എന്നുവെച്ചാൽ ഇയാൾ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ചത്രേ. എന്താണ്? ആദ്യം കുറേ ആത്മീയത പറഞ്ഞു. അപ്പോൾ അതിന് ശ്രീകുട്ടിക്ക് മറുപടി, എനിക്ക് ശ്രീകുട്ടിയോട് മറുപടി പറയാനില്ലാത്തത് കൊണ്ട് അത് ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് വ്യക്തിത്വം തുടങ്ങി. എന്നുവെച്ചാൽ അവരുടെ കുടുംബ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാൻ തുടങ്ങി, അവരുടെ ക്വാളിറ്റി രീതിയൊക്കെ. അപ്പോൾ അതിനും ഉത്തരം എനിക്ക് മുട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഞാൻ വേറെ കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്നാണ് പറയുന്നത്. വേറെ പുതിയ കാര്യങ്ങളോട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഞാൻ ആത്മീയതയുടെ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് സത്യസന്ധമായിട്ട് ഗുരുവിൻ്റെ പിന്നെ ആശയത്തിന് അധിഷ്ഠിതമായിട്ട് സ്ത്രീക്ക് ഒരു വാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതുകൂടാതെ ഇവർ പറഞ്ഞിരുന്ന ഇവരുടെ എന്താ പറയുക പേഴ്സണൽ കാര്യം അത് പച്ചക്കള്ളമാണ്. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ഇവരിവിടെ പറഞ്ഞത്. അതിൻ്റെ ഒരുപാട് വിശാലമായ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ മറച്ചു വെച്ചിട്ട് ഹൈഡ് ചെയ്തിട്ടാണ് ഇവർ ഈ കള്ളത്തരങ്ങളൊക്കെ വിളമ്പിയത്. ഇത് എതിർകക്ഷി പ്രതികരിക്കാൻ തയ്യാറാകാത്ത അടുത്തോളം കാലം ഇവർക്ക് എന്ത് കള്ളത്തരം പറയാമെന്നാണ് ഇവരുടെ ധാരണ. പക്ഷേ സത്യം അറിയാവുന്നവർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവർ മറന്നുപോയി. പിന്നെ പുതിയ കാര്യങ്ങൾ അത് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മറുപടി പറയുമെന്ന്. പിന്നെ ഓരോരുത്തർക്ക് തോന്നുമ്പോഴാണ് ഓരോരുത്തരും മറുപടി പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കണമെന്ന്. ഈ സുഹൃത്തുക്കളെന്ന് ഉദ്ദേശിക്കുന്നത് ആരാണെന്നറിയുമോ? ഒന്നെങ്കിൽ അമൃതാജിനി പറയണം, അല്ലെങ്കിൽ ഗുരുനാഥ സ്വാമി പറയണം. അപ്പോഴേ ഇവർക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ സുഹൃത്ത് ബന്ധങ്ങളൊന്നുമില്ല. അല്ലാതെ ഒന്ന് പറഞ്ഞു നോക്കും. പിന്നെ ഇത് പറയാനായിട്ട് ശ്രീകുട്ടിക്കും ശ്രീകുമതിക്കും അവസരം കിട്ടിയെന്ന് വരില്ല. കാരണം അമ്മാതിരി പണിയായിരിക്കും അമൃതാജിനിയും ഗുരുനാഥ സ്വാമിയും കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോഴെന്ന് വെച്ചാൽ കെട്ടിച്ചു കൊടുത്തെങ്കിലും ഇവരുടെ ചരട് അവരുടെ കയ്യിലായിരിക്കുന്നത്. ഏത് രീതിയിൽ എങ്ങോട്ട് വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ശ്രീകുട്ടിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അടുത്തൊന്ന് കേൾക്കാം. പിന്നെ ഇപ്പോ ഒരു കാര്യത്തെ അഡ്രസ് ചെയ്യണമെങ്കിൽ ആദ്യമേ അയാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാനിപ്പോ മറുപടി പറയാം. അദ്ദേഹം ചോദിച്ചു ഏതോ മദ്യക്കേസ് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിങ്ങനെ ചോദിച്ചു. അപ്പോ ഈ മദ്യക്കേസ് ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോ അതുപോലെ നമുക്ക് ചോദിക്കാം, ഈ പോക്സോ കേസ് എങ്ങനെ ഉണ്ടായി? അപ്പോ ഇതുപോലുള്ളൊരു കേസ് ഉണ്ടാവുന്ന ഏതോ ഒരു കുട്ടി അവരുടെ ടീച്ചറിന്റെ അടുത്തും അല്ലെങ്കിൽ കാമുകന്റെ അടുത്തും ഒക്കെ ഷെയർ ചെയ്ത ഒരു അവസ്ഥയിൽ അവരുടെ വിഷമങ്ങൾ പങ്കുവച്ചപ്പോഴല്ലേ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായത്. അപ്പൊ ഇതേപോലുള്ള കേസുകൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഓരോ വ്യക്തികളും പല പല കേസുകളും പ്രശ്നങ്ങളിലും ഒക്കെ ചെന്ന് ചാടുന്നത്.
അപ്പോ ഞാനോ നിങ്ങളോ ഈ പറയുന്ന ആൾക്കാരോ ഓരോരുത്തർ എന്തെങ്കിലും തെറ്റുകളോ പ്രശ്നങ്ങളിലോ ചെന്ന് ചാടിയ ഇതിനെല്ലാം ആശ്രമത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. അത് ഒരു കാര്യം സത്യമുണ്ട്. കാരണം മദ്യക്കേസ് എങ്ങനെ ഉണ്ടായോ അതുപോലെയാണ് പോക്സോ കേസ് ഉണ്ടായത്. സത്യമാണ്. കാരണം വെച്ചാൽ രണ്ടിൻ്റെയും മൂല കാരണം അമൃതാജന്യാണ്. ഈ മദ്യക്കേസിൻ്റെ പിന്നെ രേഖകൾ പരിശോധിച്ചാൽ അതിൻ്റെ മൂല കാരണം ഈ അമൃതാജന്യാണ്. അമൃതാജന്യയുടെ നിർദ്ദേശപ്രകാരമാണ് അത് നടന്നത്. ഈ പോക്സോ കേസ് ഉണ്ടായെന്ന് വെച്ചാൽ ഈ പോക്സോ കേസ് ഉണ്ടാകുന്ന ആ കൊച്ചു കൊടുക്കുന്നതിനൊരു ഒരു ഒരു ഇതുണ്ടല്ലോ, ഒരു ഡ്രാമ അരങ്ങേറിയായിരുന്നു. ഒരു എന്താ പറയുക, ഒരു സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിൻ്റെ സൂത്രധാരക എന്ന് പറഞ്ഞാൽ അമൃത തന്നെയായിരുന്നു. കാരണം അതിന് 7 മാസം മുമ്പ് ഈ പോക്സോ കേസിൽ പെടുത്തിയ ആളാ ഈ അമൃതാജന്യക്കെതിരെയും ഗുരുസ്വാമിക്കെതിരെയും PHQ 10/10/63/2016 പ്രകാരം ബഹുമാനപ്പെട്ട കേരള DGPക്ക് ഒരു പരാതി കൊടുത്തിരുന്നു, ഈ ഗുരുരത്നസ്വാമീനെയും ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ പ്രതി ചേർത്തുകൊണ്ട്. അപ്പോൾ ആ പരാതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി അമൃതാജന്യ നേരെ എന്ത് ചെയ്ത് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇവിടുത്തെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെ കുരുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുരത്നസ്വാമി, ഗുരുമിത്രസ്വാമി എന്നിവരുടെ നേതൃത്വത്തിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ, അതിൻ്റെ കഥകൾ വരും, ഉടനെ വരും. എന്തായാലും പറഞ്ഞാൽ നന്നായി. കാരണം വെച്ചാൽ ഒരു പറയാനുള്ള ഒരു അവസരമാണ് ശ്രീ എനിക്ക് തന്നത്. കാരണം അത് പകുതി പറഞ്ഞിട്ട് ഞാൻ നിർത്തിവെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റൊരു കേസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ കാമുകനും പെൺകുട്ടിയും തമ്മിൽ, ഈ കാമുകനെതിരെ പെൺകുട്ടി ഒരു പരാതി കൊടുത്തിട്ട് അത് പോലീസ് കേസായിരുന്നു. എന്നിട്ട് അത് കോടതിയിലായിരുന്നു. അത് ഈ കഴിഞ്ഞ വർഷം അതും എൻ്റെ കേസ് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതും ക്ലോസ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അത് കേസ് നിലനിൽക്കുമ്പോൾ ഞാൻ അതിലൊരു സാക്ഷിയായിട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ആ കേസിൻ്റെ പൂർണ്ണരൂപം വെളിപ്പെടുത്താറുന്നത്. പക്ഷേ ഇപ്പോൾ ശ്രീകുട്ടി പറഞ്ഞ സ്ഥിതിക്ക് ഈ മൂല കാരണം എന്താണെന്നും അതിൻ്റെ രേഖകൾ സഹിതം എനിക്കിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അത് ഞാൻ പറയാതിരുന്നത് വെച്ചാൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സാക്ഷി പറയുമ്പോൾ ഈ രേഖകൾ എനിക്ക് അവിടെ കൊടുക്കേണ്ടത് കൊണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ആ രേഖകൾ അവിടെ കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ കേസ് എന്താ പറയുക, ആ കേസും ഡിസ്പോസായി. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനൊരു കേസ് ഉണ്ടായപ്പോൾ പിന്നെ വേറെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനൊരു കേസ് ഉണ്ടായപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആശ്രമം അതെടുത്തിട്ട് കൊടുക്കാൻ പറ്റാത്ത രേഖകൾ ലോകത്തെല്ലാവർക്കും അയച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? നാട്ടിൽ പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഈ പെൺകുട്ടിയുടെ FIR-ഉം മൊഴിപ്പകർപ്പും ഇതൊക്കെ എടുത്തിട്ട് എൻ്റെ അനിയന് തൊഴിൽ സംബന്ധമായ കാര്യത്തിന് അയച്ചു കൊടുത്ത് ആ നാട്ടിൽ ഈ പത്രക്കട്ടിങ്ങും ഈ പറഞ്ഞ FIR-ൻ്റെ കോപ്പിയും ഈ പറയുന്ന മൊഴിപ്പകർപ്പ് അയച്ചു കൊടുത്തു. അതിലൊക്കെ സൂത്രം ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ വെട്ടിക്കണ്ടിച്ചിട്ടവൻ ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് സീല് സഹിതം അടിച്ചു കൊടുത്തു. മനസ്സിലായോ? ഈ കേസിൽ പെട്ടവൻ ഇനി അത് ഉയർത്തെഴുന്നേറ്റ് വരണ്ടേ? അവൻ വന്നാലല്ലേ ഒന്നെങ്കിൽ അവനെ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവനെ സമൂഹത്തിൽ നിന്ന് അവനെ തിരസ്കരിക്കും, തമസ്കരിച്ച് കളയത്തക്ക രീതിയിൽ അവൻ പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ഒരവസ്ഥ എത്തിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, അവൻ ഇതിനൊന്നും പോകത്തില്ല. കാരണം ഇത്രയും മൃഗീയമായിട്ടുള്ള ഒരു കാര്യമൊക്കെ അനുഭവിച്ചവൻ പിന്നെ ഇതിന് പോകുമോ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളിരിക്കുമ്പോൾ ഇവരുടെ അമിത ആത്മവിശ്വാസം. അപ്പോൾ എന്ത് ചെയ്ത് അവിടെ നമ്മുടെ റിട്ടയർഡ് ജഡ്ജിയുടെ സീല് സഹിതം ലോ ഡിപ്പാർട്ട്മെൻറ്റ് ശാന്തിയിൽ എന്നും പറഞ്ഞ് സീലടിച്ചിട്ട് പ്രചരിപ്പിച്ച് അതിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതികളൊക്കെ പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ചേർത്ത് ഞാൻ പറയാം. ആ പരാതി എന്തുമൂലം കൊടുത്തെന്നും അതെല്ലാം പറയാനുള്ളൊരു അവസരം ശ്രീകുട്ടി എനിക്ക് തന്നതിൽ വളരെ നന്ദിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ ശ്രീകുട്ടി ഇങ്ങനെ വീഡിയോയിലൂടെ ചോദിച്ചുകൊണ്ട് എനിക്കത് പറയാനുള്ളൊരു അവസരം എന്നുവെച്ചാൽ വലിയൊരു ഗുരുകാരുണ്യമാണ് ഇദ്ദേഹം പ്രവർത്തിച്ചേക്കുന്നത്. നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ തോന്നും ഇദ്ദേഹം നമ്മളെ എതിർത്തയാണെന്ന് തോന്നുമെങ്കിലും ഇദ്ദേഹത്തിലൂടെ ഒരുപാട് മറുപടികൾ പറയാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ മറുപടികൾ പറയാനായിട്ടൊരു അവസരം തന്ന ഒരു മഹത് വ്യക്തിയാണിത്. മനസ്സിലായി? പറയുന്നതെല്ലാം ഈ പറയുന്ന പോലെ ചെറ്റത്തരം എന്ന് പറയും, അലവലായത്തരം എന്നൊക്കെ പറയുമെങ്കിലും നമ്മളെ വിളിക്കുമെങ്കിലും, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഗുരുനിന്ദാപരമായ പ്രവർത്തനമാണെങ്കിലും അതിലൊരു ഗുരുത്വം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ ഒരിക്കലും എന്താ പറയുക അവഹേളിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിനെ എതിർക്കുകയും തിരുത്തുകയും ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വരും. മദ്യക്കേസ് എന്താണ്, പോക്സോ കേസ് എന്താണ്, എൻ്റെ വല്യച്ഛൻ നേരിട്ട എന്നുവെച്ചാൽ പോക്സോ കേസും എൻ്റെ വല്യച്ഛൻ നേരിട്ട കള്ളനോട്ട് കേസും ഒരുമിച്ച് പറയും, മദ്യക്കേസ് സെപ്പറേറ്റ് പറയും. അതിന് രണ്ടും രണ്ട് രീതിയിലാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഗുരുരത്നസ്വാമി ഒരിക്കലും വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി പറയാം. ഒരു സ്നേഹിക്കുന്ന പത്മപ്രകാശ് സ്വാമി പുറത്തുപോയ കാര്യം അതും ഉടനെ പുറത്തു കൊണ്ടുവരുന്നതാണ്, അതിൻ്റെ ഡീറ്റെയിലും പറയുന്നതാണ്. അപ്പോൾ അടുത്ത കേൾക്കാം നമുക്ക്. അപ്പൊ വ്യക്തി ഒരു സമൂഹം, ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തുള്ള വ്യക്തികൾ മറ്റു രാജ്യത്തോ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അതിന് രാജ്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്ന പോലെ ഈ സമൂഹമായി ഒരുപാട് വ്യക്തികൾ
ചേർന്നുള്ളൊരു സമൂഹമായി ജീവിക്കുമ്പോൾ അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണിച്ചാൽ അതിനെല്ലാം ഒരു മറ്റൊരു അർത്ഥത്തിൽ ഒരു ദുരുദ്ദേശത്തിൽ വളച്ച് ഒടിച്ച് ചിത്രീകരിക്കും. ഇവനിത് എന്തോന്നാണ് ഈ പറയണത്? ഒരു രാജ്യത്തെ വ്യക്തികളെന്ന് പറയുമ്പോൾ ഇപ്പം രാജ്യം ആശ്രമമായിട്ട് കൂട്ടുക. ആശ്രമത്തിൽ നിന്ന് ഒരു വ്യക്തി പോയി ഒരു തെറ്റ് ചെയ്താൽ അത് വ്യക്തിഗതമാണോ? ഇപ്പോൾ ഈ ശ്രീകുട്ടി തന്നെ ശ്രീമതി ചേച്ചിനെ കല്യാണം കഴിച്ചത് ഒരുപാട് വിവാദങ്ങളൊക്കെ ആയെങ്കിലും അത് ആശ്രമത്തിനെ ബാധിക്കുന്നില്ല. അവർ തന്നെ ആശ്രമത്തിൽ നിന്നാണ് പറഞ്ഞിട്ട് ചെമ്പഴന്തി ഇപ്പോൾ കല്യാണം കഴിച്ചെങ്കിലും അമൃതായനി പറഞ്ഞ് നിങ്ങൾ പോയി ചെമ്പഴന്തി കല്യാണം കഴിക്കുക, ഇവിടെ കഴിച്ചാൽ തെറ്റായ ഇതാവും, ഞാൻ നിങ്ങൾക്ക് താലി കെട്ടിത്തരാമെന്ന് പറഞ്ഞ പ്രകാരമാണ് പോയത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് വ്യക്തിഗതമാണ്. അതേസമയത്ത് ഈ പറയുന്ന കാതലായ വശത്തിരിക്കുന്നവർ, ഈ ഗുരുസ്വാമി അമൃതായനി എന്ന് പറയുന്നവർ, ഒരാൾ പിന്നെ ഗുരുവിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരാൾ ഇവിടുത്തെ ജനറൽ സെക്രട്ടറി എന്നും പറഞ്ഞ് നടക്കുന്നു, ഓർഗനൈസ് സെക്രട്ടറി എന്നും പറഞ്ഞിരിക്കുന്നത്, പ്രധാന കഥാപാത്രമായിട്ട് കാണിക്കുന്ന എല്ലാ വൃത്തികേടും അവരിലേക്ക് തന്നെ എത്തും. ഈ ഗുരുസ്വാമി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടും ശാന്തിഗിരി എന്നുള്ള ആ ഒരു ലേബലിലാണ് കളങ്കം ചേർക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ മഹാരാഷ്ട്രത്തിൽ നിന്ന് ഒരു പ്രതിനിധി പോയി എവിടെയെങ്കിലും രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടാക്കിയാൽ ആ രാജ്യമാണ് അപമാനിക്കപ്പെടുന്നത്. അത് ഈ മന്ദബുദ്ധിക്ക് മനസ്സിലാകാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇല്ലേ? ഒരു സാധാ പൗരൻ പോയി ചെയ്താൽ അത് വ്യക്തിഗതം. അതേസമയത്ത് ഒരു പ്രതിനിധി ചെയ്താൽ, അല്ലെ ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരാൾ ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. അത് ആ പ്രസ്ഥാനത്തെയാണോ എന്തിനാണോ പ്രതിനിധീകരിക്കുന്നത് ആ പ്രസ്ഥാനത്തിനായാലും കൊള്ളാം, രാജ്യത്തിനായാലും കൊള്ളാം, അപമാനകരവും അപകടകരവുമാണത്. അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇതിനോട് മറുപടി. പിന്നെ അയാൾ പറയുന്നു ബ്രഹ്മശ്രീ കരുണാകര ഗുരു അല്ല എന്റെ ഗുരു എന്നൊക്കെ പറഞ്ഞ് വലിയ എന്തോ സംഭവം കണ്ടുപിടിച്ചതുപോലെ പറയും. പിന്നെ അദ്ദേഹം ശിഷ്യപൂജിത, ശിഷ്യ പരാജിത എന്നിങ്ങനെ പറയും. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട അയാൾ പറയുന്ന സത്യമാണ്. അയാൾ പറയുന്ന സത്യമാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ ശിഷ്യ പരാജിത എന്ന് അയാൾ പറഞ്ഞെങ്കിൽ അയാൾ ഒരു സമ്പൂർണ്ണ പരാജയമാണ്. അതുകൊണ്ടാണ് അതിനെ പരാജയം. കാര്യം ഗുരു നിറ അല്ല, ഗുരു നമ്മുടെ ഒരു കണ്ണാടിയാണ് എന്നാണ്. അപ്പൊ നമ്മൾ എന്താണോ അത് നമ്മൾ ഗുരുവിൽ കാണും. ഇപ്പൊ നമ്മള് ഒരു ശിഷ്യനാണെങ്കിൽ നമ്മൾ ഗുരുവിൽ ഒരു ഗുരുവിനെ കാണും. നമ്മളൊരു ഭക്തനാണെങ്കിൽ നമ്മൾ ദൈവത്തെ കാണും. അങ്ങനെ നമ്മളൊരു ജ്ഞാനിയാണ്, ഒരു അറിവ് അന്വേഷിക്കുന്ന ആളാണെങ്കിൽ ഒരു ജ്ഞാനിയെ കാണും. അങ്ങനെ നമ്മൾ എന്താണോ നമ്മൾ അതിന്റെ ഒരു മിററായിട്ട് കാണും. അപ്പോൾ ഇദ്ദേഹം ഒരു സമ്പൂർണ്ണ പരാജയമായിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം ഗുരുവിന് പരാജിത എന്നൊക്കെ പറയുന്നത്. അപ്പോ വി സീ ഇൻ അതേഴ്സ് വാട്ട് വി ആർ. നമ്മൾ എന്താണോ അതാണ് നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പരാജിതനായ ഒരു അവസ്ഥയായിരിക്കും അദ്ദേഹം വിളിച്ചു പറയുന്നത്. ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ എങ്ങനെ കാണുന്നല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശദീകരിക്കുകയാണ് ഞാൻ ചെയ്യും. ഞാൻ അദ്ദേഹത്തെ ഒന്നുമായിട്ടും കാണുന്നില്ല. അദ്ദേഹം എന്നെ സംബന്ധിച്ച് ഒരു പ്രാധാന്യം അർഹിക്കാത്തൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് എന്റെ സുഹൃത്തുക്കളും വിശ്വാസികളും ചോദിക്കുന്ന കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയുന്നത്. പിന്നെ പറഞ്ഞേട്ടാ, ഞാൻ ശിഷ്യപൂജിതയെ ശിഷ്യ പരാജിത എന്ന് പറഞ്ഞു. നമ്മൾ എന്തായിട്ട് കാണുന്നോ അതുപോലെയാണ് നമുക്ക് എന്ന്. എന്ത് വിവരമില്ലായ്മയാണ് പറയുന്നത്? കാരണം എന്ന് വെച്ചാൽ ശിഷ്യപൂജിത എന്ന് പറയുന്നവർ ശിഷ്യപൂജിതയല്ല, ശിഷ്യപരാജിതമല്ല, ഒരു ദുർഗുണമായ ഒരു സാധനമാണെന്നാണ് ഞാൻ പറയുന്നത്. ദുർഗുണം എന്ന് വെച്ചാൽ സ്വന്തം ഗുരുവിനെ ശ്രദ്ധിച്ച് ഇപ്പോൾ ചിലർ പറയില്ലേ, അച്ഛൻ മരിച്ചിട്ട് കട്ടിലൊഴിയാൻ കാത്തിരിക്കണമെന്ന് പറഞ്ഞതുപോലെ അത് ആഗ്രഹിച്ചിരുന്ന് ഗുരു ശരീരം വിട്ടപ്പോൾ ആ പദവിയിലേക്ക് കയറി ഇരിക്കാൻ ശ്രമിച്ചവർക്ക് നീച എന്താ പറയുക അവസ്ഥയിൽ നിൽക്കുന്നവരാണ് അവർ. അതാണ് ഞാൻ പറയുന്നത്. അല്ല ശ്രീകുട്ടി പറയും പോലെയല്ല. അത് നമ്മൾക്ക് ഗുരുത്വമുള്ളത് കൊണ്ടാണ് ഗുരു നമുക്ക് ആ അവസ്ഥ കാണിച്ചത്. ഈ അവസ്ഥ കണ്ടത് ഞാനൊരാൾ മാത്രമല്ല. ഈ അവസ്ഥ കണ്ട പലരെയും ഇവർ മരുന്ന് കൊടുത്ത്, ഭ്രാന്തിനുള്ള മരുന്ന് കൊടുത്ത്, പിന്നെ എന്താ പറയുക ഇഞ്ചക്ഷൻ അടിച്ച്, ഈ അരവിന്ദനെയൊക്കെ ഇവർ പറയും പോലെയല്ല. അരവിന്ദനൊക്കെ ചെറുതായിട്ട് ഗുരുത്വവും ദർശനവും ഉള്ള കുട്ടികളായിരുന്നു. അവരെയൊക്കെ ഇഞ്ചക്ഷൻ അടിച്ച് അതെല്ലാം നശിപ്പിച്ച് ഇപ്പോൾ ഈ കാലത്ത് സത്യദർശനം എന്നും പറഞ്ഞ് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും അവന് മരുന്ന് കൊടുക്കാൻ പറയും. മനസ്സിലായില്ലേ? എന്തോരം ആൾക്കാർ ഇവരല്ലാതായിട്ട് കണ്ടിട്ട് ഇവരോട് തന്നെ എന്ന് പറഞ്ഞേക്കുന്നു. ഇവരുടെ രൂപം യഥാർത്ഥ ഗുരു ശിഷ്യയുടെ അല്ല എന്ന് കണ്ട് പറഞ്ഞവർക്കൊക്കെ അവർ എന്താ പറയുക, ഒന്നെങ്കിൽ ആശ്രമത്തിൽ നിന്ന് അടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന്, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ ചെയ്തേക്കുന്നത് അടിച്ചോടിച്ചിട്ടുണ്ട്. ഗുണ്ടാക്രമം അടിച്ചെന്ന് പറഞ്ഞാൽ മൃഗീയമായിട്ട് അടിച്ചോടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പരാജിതയുടെ മുഖം, പരാജിത എന്ന് മാത്രം പരാജയപ്പെട്ടതെന്ന് മാത്രമാണ്. അതല്ല, ഒരു ദുർഗുണത്തിൻ്റെ ആ ദുർഗുണം വിളിച്ചു പറയുന്നത് എന്നെ ഇദ്ദേഹം അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്നെ ഒന്നുമായിട്ട് ഇദ്ദേഹം കാണണ്ട. ഞാൻ പറയുന്നത് ഇവർക്ക് വേണ്ടിയല്ല. ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിൽ ഇതേപോലെയുള്ള അപകടകാരികളായ ആൾക്കാരുണ്ടെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണമാണ്.
ഗുരു കൊണ്ടുവന്നൊരു ആശയത്തെ, നല്ലൊരു ആശയത്തെ, അതിൻ്റെ പവിത്രതകളെല്ലാം നശിപ്പിച്ചുകൊണ്ട്, അതിൽ ജീവിക്കുന്നവരെയും നശിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഇവർ ഇതിനെ നശിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ ശിഷ്യപൂജിത എന്ന് വിളിച്ച് ഒരുപാട് ആൾക്കാർ ശിഷ്യപൂജിത എന്ന് വിളിക്കുമ്പോൾ ശിഷ്യപൂജിത ആവില്ല. നമ്മൾ ഗുരുവിനെ എങ്ങനെയാണോ വിവേകാനന്ദൻ ഗുരുവിനെ മഹത്വപ്പെടുത്തിയത്, അതുപോലെ മഹത്വപ്പെടുത്തിയായിരുന്നെങ്കിൽ ഇവരുടെ നാമം സ്വർണ്ണലിപികളിൽ നാളെ എഴുതപ്പെട്ടാണ്, അല്ലെ തങ്കലിപികളിൽ എഴുതപ്പെട്ടാണ്. പക്ഷേ സ്വന്തം ഗുരുവിനെ തിരസ്കരിച്ചുകൊണ്ട് ഞാൻ ഗുരുവാണെന്ന് എന്ന് പറഞ്ഞു, അഹം ഗുരുവാസ്മി എന്നവർ പറഞ്ഞു തുടങ്ങിയോ, അല്ലെ പറയിപ്പിച്ചു തുടങ്ങിയോ, അന്ന് അധപ്പതനമായിരിക്കാം. ഇവരുടെ അവസ്ഥാപൂർത്തീകരണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വരും വീഡിയോകളിൽ വരും. ഇവരെങ്ങനെയാണ് ഈ അവസ്ഥാപൂർത്തീകരണം നാടകം നടത്തിയെന്നുള്ളത്. ഈ ഹരി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ അവൻ ഗുരുരത്നനായി എങ്ങനെ മാറിയെന്നുള്ളത്, അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രഭാഷണങ്ങൾ ഒരുപാടുണ്ട്. ദയാജന്നി, പൂർണ്ണസ്വാമി, നിസ്സംഗാജന്നി, ഈ 3 ജന്നിമാരെയും സ്വാമിമാരെയും ആണ് ഈ കേരളം മൊത്തം ഇവർക്ക് അവസ്ഥ മാറി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവരൊരു ഗൂഢസംഘം പറഞ്ഞ് പറയിപ്പിച്ച് ദർശനം കിട്ടിയങ്ങ് കാപട്യം പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അതിൽ പൂർണ്ണസ്വാമിയുടെ വോയിസ് ഉടൻ വരുന്നതാണ്. കോട്ടയം ആശ്രമത്തിൽ അദ്ദേഹം സംസാരിച്ചത്, ഈ അവസ്ഥാ പൂർത്തീകരണത്തെക്കുറിച്ച് സംസാരിച്ചത്. പക്ഷേ അന്നും പലരിലൂടെയും ഗുരു സത്യദർശനം കൊടുത്തിരുന്നു. ഈ അമൃതാജന്യോട് പോലും പറയരുതെന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ അടുത്ത കേൾക്കാം. പിന്നെ ഇപ്പോ ഗുരുവിന്റെ കാര്യം പറയും, ശരിയാണ്. ബ്രഹ്മശ്രീ കരുണാകര ഗുരു എന്റെ ഗുരുവാണ്. കാരണം എന്റെ ഗുരു ശിഷ്യപൂജിത അമൃതജ്ഞാന തപസ്വിനി. കേട്ടില്ലേ? ശ്രീകുട്ടി എന്ന് പറയുന്ന ഇവൻ്റെ ഗുരു ബ്രഹ്മശ്രീ കരുണാകര ഗുരുവല്ല, അത് ശിഷ്യപൂജിത അമൃതാജന്യാണെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. പക്ഷേ ഗുരു പറഞ്ഞൊരു കാര്യം 2016 ഗുരുവിൻ്റെ ഡ്രൈവറായ, ഇപ്പം ഈ ശിഷ്യപൂജ എന്ന് പറയുന്നവരുടെ ഡ്രൈവറായ സന്തോഷ് അണ്ണൻ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ അറിവിലേക്ക് തരാം. ഇതുപോലെ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഒട്ടനവധി ആൾക്കാരോട് ഗുരു ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീകുട്ടി കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ പറയുന്നതാണ്, ഗുരുക്കന്മാർ കള്ളമേ പറയൂ. ഗുരുക്കന്മാർ കള്ളം പറയുമെങ്കിൽ വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്നുള്ള ആപ്തവാക്യം എന്തിനാണ്? ഗുരുക്കന്മാർ കള്ളം പറയുന്നവരാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കേണ്ടതെന്ന് വെച്ചാൽ ഗുരുവാണികളെ ആരും കേൾക്കരുത്, തമസ്കരിച്ച് ആരും അത് മനസ്സിലാക്കരുത്. ഗുരു പറഞ്ഞു, ശ്രീകുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ഗുരുക്കന്മാർ കള്ളമേ പറയുമോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ ഒരിക്കലും ഗുരുവാകില്ല, ഒരു മാതൃസ്ഥാനത്തേക്ക് വരുവുള്ളൂ എന്നുള്ളത് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ആ സന്തോഷണ്ണൻ അത് 2016 എന്നോടിത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഗുരുമുഖത്ത് നിന്ന് അദ്ദേഹം കേട്ട കാര്യം. അതുപോലെ തന്നെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഒട്ടനവധി ഗുരുവിശ്വാസികൾ അല്ലെങ്കിൽ സമകാലികരുടെ ഗുരുവോടൊത്ത് ജീവിച്ചവരുടെ ഒരുപാട് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരതിനെയും കടക്കിൽ വെട്ടാൻ വേണ്ടി പറയുന്നതെന്ന് വെച്ചാൽ, ഗുരുവിൻ്റെ കൂടെ നിന്ന് സമകാലികർ അവർ കള്ളമേ പറയുള്ളൂ. അവർ ഗുരുവിനെ മാനിച്ചിട്ടില്ല, ബഹുമാനിച്ചിട്ടില്ല, ഗുരു എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവരും ഗുരുവോടൊത്ത് നിന്ന് എല്ലാവരും ഗുരുവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു വ്യക്തി ഒഴികെ. അതാരാണെന്നറിയോ? ഈ ശിഷ്യപൂജിത എന്ന് വെച്ചാൽ അമൃതാജന്യ ഒഴികെ. അവർക്ക് എപ്പോഴും ആ ഗുരുവിൻ്റെ ആ സ്ഥാനത്തെത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് അവർ പണ്ട് മുതലേ ഗുരു പറയുന്നതിന് വിരുദ്ധമായിട്ട് പറയാറുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരിക്കൽ നമ്മുടെ സുബ്രഹ്മണ്യ സാർ എന്ന് പറയും, അദ്ദേഹം കാനറ ബാങ്കിൽ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗുരുമാർഗം പ്രകാശ് സഭയുടെ ഒരു കലണ്ടർ കൊടുക്കാൻ പോയി. 2021 or 2022 ആണെന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശിഷ്യപൂജിത അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെന്നുള്ള രീതിയിലാണ്. കുറേ കാര്യങ്ങളൊക്കെ ഈ ഗുരുവിൻ സ്വാമി കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിലും അതിനൊരു ഉദാഹരണം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇവിടെ എവിടെയോ ഒരു കുരു പോലെ ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ സാക്ഷികളുമുണ്ട് അവിടെ. അപ്പോൾ കുരു പോലെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഒപ്പിടാനും കാര്യങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട്, ഡീറ്റെയിൽ എഴുതാനൊക്കെ ബുദ്ധിമുട്ടും. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം ഇത് ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞ് അത് സാരയില്ലാതെ അവിടെ ഇരുന്നോട്ടെ. എന്നുവെച്ചാൽ ചില കാര്യങ്ങൾ ഗുരു കണ്ണിക്കൊണ്ട് പോകേണ്ടത് പിരികത്തുകൊണ്ട് പോട്ടെ എന്നുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ അതിരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവനിൽ എന്തെങ്കിലും ഭാഗ്യത്തിനായിരിക്കാം. നമുക്ക് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഉപദ്രവകരമായ കാര്യമാണെന്ന് തോന്നുന്നത്, ചിലപ്പോൾ അദ്ദേഹം ആ പദവിയിൽ ഈ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം അനുഭവിക്കേണ്ടതായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ഗുരു അതവിടെ ഇരുന്നോട്ടെ, അത് കളയേണ്ടെന്ന് പറഞ്ഞു.
പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അമൃതാജിനി ചോദിച്ചു എന്താണ് ഗുരുവിനോട് പറഞ്ഞതെന്ന് ചോദിച്ചു ഇദ്ദേഹത്തോട്. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ് അത് ഈ കൈയുടെ ഈ ഒരു കുരുവിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു മുഴയാണോ ഒരു അരിമ്പാറ പോലത്തെ ഒരു സാധനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് അത് ഗുരു അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതേ ഞാനൊരു മരുന്ന് തരാം, അത് പുരട്ടിയാൽ മതി. ഗുരു അങ്ങനെ അപ്പോൾ പറയും അല്ല ഗുരു അത് മാറ്റണ്ടെന്നാണ് പറഞ്ഞു. അല്ല ഗുരു അങ്ങനെയൊക്കെ പറയും, എന്നാലും അണ്ണൻ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് കൊടുത്തു. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ മരുന്ന് വെട്ടി കഴിഞ്ഞപ്പോൾ ഇത് അടന്നുപോയി. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ അതിലൂടെ ഒരുപാട് ദോഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ടാകും. നമ്മുടെ കുടുംബത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് തീരേണ്ട ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ഗുരു പറഞ്ഞു തരും, ആ ദോഷം മാറാൻ വേണ്ടി ചെറിയ കാര്യങ്ങൾ. പക്ഷേ ഇവരെന്ത് ചെയ്ത് ഗുരുവാക്കിനെ മറികടന്ന്, ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം, ഗുരു ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യത്തെ ഇവർ ഗുരു ശരീരത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ചെയ്തു. പക്ഷേ ഗുരുക്കന്മാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവരെന്തുകൊണ്ട് ഗുരു കളഞ്ഞില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ശിഷ്യൻ വന്നു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കുറവുകളെ ഗുരു പയ്യെ മാറ്റാൻ ശ്രമിച്ചിട്ട് അവൻ്റെ ആ ഒരു ദൈവിക ഭാവത്തെ ഉണർത്തി അത് ലോകത്തിന് നന്മയായിട്ട് വരുത്താൻ ശ്രമിക്കും. പക്ഷേ ചിലർ അത് ഉപയോഗപ്പെടുത്തി വിവേകാനന്ദനെ പോലെയാവും, ചിലർ യൂദാസിനെ പോലെ ആയിപ്പോകും. അപ്പോൾ അതിൽ യൂദാസിൻ്റെ പണിയായിരുന്നു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ അമൃതാജിനെ എടുത്തിട്ടിരിക്കുന്നത് ഈ 25 വർഷക്കാലം. മനസ്സിലായോ? അപ്പോൾ 25 വർഷക്കാലം മാത്രമല്ല, ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ തൊട്ട് തുടങ്ങിയ ആ ഒരു ഇവരുടെ ഒരു ഗെയിമാണ്. പക്ഷേ ഗുരുക്കന്മാരിത് അറിഞ്ഞാലും അവരുടെ ഈ പറയുന്ന ഈ 12 ശിഷ്യന്മാരിൽ എന്നെ ഒരാൾ ഒറ്റയ്ക്ക് കൊടുക്കുമെന്ന് അത്താഴ വിരുന്നിൽ പറഞ്ഞപ്പോഴും യേശുക്രിസ്തുവിന് കൃത്യമായിട്ട് അറിയാം യൂദാസാണെന്ന്. പക്ഷേ അവർക്കത് വെളിപ്പെടുത്താനായിട്ട് നിയോഗമില്ല. മനസ്സിലായി? അങ്ങനെ പറഞ്ഞുകൂടാ. അവരുടെ സ്വയരക്ഷക്ക് പോലും അത് നോക്കിക്കൂടാ എന്നുള്ളൊരു ഭാവം ഉള്ളത് കൊണ്ടാണ് കൂടെ കൂട്ടി ഇങ്ങനെ നിർത്തുന്നത്. അതുകൊണ്ട് ഗുരു ഒരുപാട് സ്ഥലങ്ങളിൽ ഗുരു പിന്നീട് സത്യദർശനങ്ങൾ കൊടുത്ത് പറഞ്ഞു അമൃതാജിനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, തിരുത്തണമെന്ന് ഒരുപാട് ശിഷ്യ സമൂഹത്തിന് ദർശനങ്ങൾ കൊടുത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവസ്ഥാപൂർത്തീകരണ വേളയിൽ പൂർണ്ണസ്വാമി എന്ന് പറയുന്ന നമ്മുടെ പാലക്കാട് ഗോപാലകൃഷ്ണ സാറിൻ്റെ അനിയനായ ഗംഗാരം മാസ്റ്റർ പറയുന്ന ഒരു പ്രഭാഷണമുണ്ട് കോട്ടയത്ത് വെച്ച് 2021 അല്ല 2001. അപ്പോൾ ആ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ അതിലൂടെ ആഴത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ വീഡിയോ ഞാൻ അടുത്ത് ഇടുമ്പോൾ അത് പറഞ്ഞു തരാം. അപ്പോൾ ശ്രീകുട്ടിയുടെ ഗുരു ശിഷ്യഭൂത അമൃതാജിന്യാന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തിനോട് ചേരാൻ ശ്രമിക്കുന്നു, എന്തിനെ ഗുരുത്വമായിട്ട് സ്വീകരിക്കുന്ന ആ ഗുരുത്വം നമ്മളിൽ വന്ന് പതിക്കുകയും നമ്മളിൽ അണയുകയും ചെയ്യും. അതാണ് ഗുരു പറഞ്ഞേക്കുന്നത്. നമ്മൾ മാടനെയും മർദ്ദനെ ആരായിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. എന്നിട്ട് അതിൽ പോയി നമ്മൾ അണയും നമ്മുടെ ജീവൻ. അതേസമയത്ത് ദൈവസന്നിധിയിലും ഗുരുസന്നിധിയിലും നമ്മൾ ബ്രഹ്മസന്നിധിയിലും പരബ്രഹ്മത്തിലൊക്കെ അണയാനാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതിൽ പോവും. അപ്പോൾ ഇവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ അണയാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ജീവിതം കൊണ്ട് അവർ മഹിമപ്പെടുത്തി നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അവരുടെ ജീവിതം എന്താണെന്നുണ്ട്. മനസ്സിലായി? എത്രയൊക്കെ വെള്ളം പൂശിയാലും എത്രയൊക്കെ അത്തറടിച്ചാലും അമേദ്യം തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. അതിന് എങ്ങനെയൊക്കെ അതൊരിക്കലും സ്വർണം പൂശിയാലും സ്വർണ്ണമായി മാറില്ല. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 2016 സന്തോഷണ്ണൻ ഗുരുവിൻ്റെ സന്തോഷാചാര്യായിരുന്ന ഗുരുവിൻ്റെ ഡ്രൈവറായിരുന്ന ഇപ്പോൾ ശിഷ്യഭൂതിയുടെ ഡ്രൈവറായിരുന്ന അദ്ദേഹം 2016 ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തത്. ആ റെക്കോർഡ് ചെയ്തത് നിങ്ങൾക്ക് കേൾക്കാം. കുറച്ച് 6 മിനിറ്റോളം ഉണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് അടുത്ത് ഞാൻ പറയാം. ഈ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരുപാട് ക്രൂശിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറയാം. വീഡിയോ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഒരു സ്ത്രീ ഒരിക്കലും ഗുരുവായില്ല എന്ന് ഗുരുമുഖത്ത് നിന്ന് അദ്ദേഹം കേട്ട കാര്യം മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ 6 മിനിറ്റ് വീഡിയോയിൽ ഒരുപാട് പ്രസക്ത ഭാഗങ്ങളെ സ്പർശിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് എല്ലാവരും അറിവിലേക്ക്. നവാൻമസ്വാമിയല്ല, അവൻ ഫ്രോഡ്. ദുബായിലൊക്കെ പോയത് ഗുരുമിത്ര സ്വാമിയുടെ അനിയനല്ലേ? അവൻ്റെ അനിയൻ ഗുരുമിത്രൻ. അത് ഈ പുള്ളിയുടെ വലങ്കയാണെന്നോ? ഗുരുരത്നത്തിന്റെ പിന്നെ അവരുടെ വലങ്കയില്ല, ഇവന്റെ ശിങ്കിളികളാണ് മൊത്തം. അപ്പം ചെന്ന് സ്വാമി ഇടുക്കിയെ പറയാം. അപ്പോൾ സ്വാമി പുള്ളി പറഞ്ഞ് ഞാൻ ജന്യടിക്കിയെ പോയി പറയാൻ പോകണേണ് സ്വാമി എന്ന്. പറഞ്ഞിട്ടും വലിയ ഗുണമൊന്നുമില്ല സ്വാമി പറയും. അല്ല ഞാൻ കാര്യം കേട്ടെ, അന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ജന്നി പറഞ്ഞ് അത് സാരയില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? പുള്ളിയാ ചെന്ന് പറഞ്ഞാ? ജെന്നിലേക്ക് ചെന്ന് പറഞ്ഞു.
ഈ കക്ഷി എന്തെങ്കിലും ജെല്ലിക്ക് പറഞ്ഞ ജെന്നി ഇപ്പോൾ ഗുരുവിൻ്റെ ഇപ്പോൾ ആ ബുക്കുമ്പോൾ എഴുതി വെച്ചേക്കുന്ന ജന്മസമയം തെറ്റാണ്. ആ ജന്മസമയം വെച്ച് നമ്മൾ കണക്കൂട്ടി അത് ചിത്രീയ വരുന്നുണ്ട്, ചോദ്യം വരുന്നില്ല. അപ്പോൾ അത് തിരുത്തേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ജെന്നി പറഞ്ഞു അത് സാരയില്ല എന്ന് ജെന്നി പറഞ്ഞു. സാരയില്ലെന്ന് ജെന്നി പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ആലപ്പുഴ അജിത്തുണ്ടല്ലോ, നമ്മുടെ തടിയുള്ളത് മറ്റേ അജിത്തുള്ള നമ്മളെ എന്താ കറുത്ത തടിയുള്ളത് ഇവിടെ ആ എല്ലാം ചെയ്ത് അപ്പോൾ പുള്ളി എന്നടിക്ക് 2 ദിവസം മുമ്പ് സന്തോഷം തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം ബുക്ക് വായിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു ബുക്കും വായിക്കാറില്ല. പിന്നെ ഗുരു പറഞ്ഞ കുറേ വാക്കുകൾ എൻ്റെ ഇടയ്ക്കലുണ്ട്. എനിക്ക് എൻ്റെ ഇതിൽ അത് മതി. ഞാൻ ഇവിടുത്തെ ഒരു ബുക്ക് ഞാൻ വായിക്കാറില്ല. അതിലൊന്ന് സമയം തെറ്റിച്ചെഴുതി വെച്ചിരിക്കുന്നു. ഗുരുവിന്റെ സമയം തെറ്റിച്ചെഴുതി വെച്ചപ്പോൾ നമ്മുടെ ഗുരുവിന്റെ സമയം തിരുത്താനായിട്ട് ഇവൻ ആരി എന്താ ചോദിച്ചാൽ പുള്ളിയൊക്കെ വയലന്റ് ആയി. ഞാനും അപ്പാടെ പിടിച്ചു എന്റെ ദൈവം ആശ്രമത്തിന്റെ ഫ്രണ്ടിലാണ്. നല്ല പ്രശ്നം ഉണ്ടാകും അത്. ശരിക്കും പറഞ്ഞ ഈ പരമ്പര ഇയാളുടെ ഇതിനൊക്കെ കൂട്ടു നിൽക്കണം. പരമ്പര ഇയാൾ കൂട്ടു നിൽക്കുക എന്തിനു വേണ്ടി? അല്ലെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്യപൂജന എന്തിനാണ് ഇയാൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? ശിഷ്യപൂജനയുടെ വാക്കിലാണ് ഇയാൾ അല്ലല്ല ശിഷ്യനെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ ശിഷ്യജന്യനെ പുള്ളിയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് ആണോ? അവര് ഇയാള് പറഞ്ഞാൽ അപ്പുറം നിൽക്കാൻ പറ്റുമല്ലോ. അതെന്തുകൊണ്ടാണെന്ന് നിക്ക തട്ടികളെ ആണോ? പിന്നെ ജെന്നി അത്രയ്ക്ക് ട്രാപ്പിലാണോ ഇയാളുടെ? ജെന്നി ട്രാപ്പിലാണ്. ജെന്നിക്കൊന്നും പറയാൻ പറ്റില്ല. ഇവനെതിരായിട്ട് ജെന്നിക്ക് ശബ്ദിക്കാൻ പറ്റില്ല. കാരണം ഇവനെ ചേർത്തലെ പറഞ്ഞ് വരുത്തിയേക്കണമെന്ന് പറഞ്ഞാൽ ഈ വർഷം കൂടി ജെന്നി ഉണ്ടാവുള്ളൂ. അടുത്ത വർഷം ഇവനാണ് ഗുരു എന്ന് പറഞ്ഞത്. ജെന്നി ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജെന്നിയുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ജെന്നി ഇവനെതിരായിട്ടൊന്നും പറയും. അല്ല അപ്പം ഇവൻ ഗുരുവാകുമ്പോൾ ജെന്നി അങ്ങോട്ട് പോകും. ജെന്നി ജീവിച്ചിരിക്കൂലല്ലോ, തട്ടിക്കളയില്ലേ ഇവനാ? അല്ല ചെയ്യില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചെകഞ്ഞ് നോക്കുകയാണെങ്കിൽ ഗുരു ശരിക്കും എങ്ങനെ പോയതാണെന്ന് പോലും ചിന്തിക്കേണ്ടി വരും. അല്ല അന്നിവനുണ്ടോ ഇവിടെ? അന്നിവനില്ല. പക്ഷെ അതും ഒരു സംശയത്തിന്റെ നിഴലിൽ ആൾക്കാർക്ക് കിടപ്പുണ്ട്. ഗുരു അങ്ങനെ വെറുതെ ഇരുന്ന ആ കാലഘട്ടത്തിൽ. കാരണം എന്താ പറയുക, ഇങ്ങനെ സംശയിക്കേണ്ട കാര്യമെന്നാ ഗുരുവിന്റെ സമകാലികരായിട്ട് ഇവനല്ല ജെന്നിനെ സംശയിക്കേണ്ടിയില്ല. ശിശുവിനെ ആത്മീയതയിൽ നിന്നിട്ട് എന്തിനാണ് സന്തോഷം? ആത്മീയ നിന്നിട്ട് നടക്കുള്ളൂ, അങ്ങനെ ചെയ്യുള്ളൂ. ആത്മീയ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുള്ളൂ. ഇവൻ അതിനു വേണ്ടിയാണ്. അത് തന്നെയല്ല, ഇവനാണ് ജീവചരിത്രം എഴുതിയെന്നും പറഞ്ഞ് തെറ്റായിട്ട് കുറെ സംഭവം കൊണ്ടുവരിക. ഗുരുവിനെ താറടിച്ചിട്ടുണ്ടായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഗുരു ബ്രഹ്മനിശ്ചയപ്രകാരം വന്ന ഒരു ആചാര്യനാണെന്നുള്ളതല്ല അവൻ കൊടുത്തേക്കുന്നത്. ഒരു ആശ്രമത്തിൽ നിന്ന് ശിവേരിയിൽ നിന്ന് ഒരു നിസ്വാർത്ഥ സേവനം ചെയ്ത ആള് ഇവിടെ വെച്ച് ഒരു ആശ്രമം തുടങ്ങി. അതിന് ഒരു ചില ഗുരുക്കന്മാരും ഉണ്ട്. ജെന്നി അങ്ങനെ പറയുന്നത്, ജെന്നിയും പറയുന്നത് ഗുരു ഉണ്ടാക്കിയെന്നല്ല പറയുന്നത്. എന്തെന്ന് ഈ പ്രസ്ഥാനമല്ല ഇവിടെ നിൽക്കുന്ന സ്ഥലങ്ങൾ ഒരു പ്രാവശ്യം അവർ എന്റെ അടിക്കാൻ പറഞ്ഞു. ഞാൻ ഈ സ്ത്രീക്ക് എന്നെ വിവരമില്ല. എന്ത് പറഞ്ഞു? പ്രാവശ്യം കാരണം എന്റെ വീട്ടിൽ എന്റെ അച്ഛനമ്മ പറഞ്ഞ് ബിജുവിന് ആക്സിഡന്റ് ആയപ്പോ തൊട്ട് അവര് തെറ്റായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞ് ഇത് ശരിയല്ല, ജെന്നിയുടെ കളിയാണ്, ഇവന്റെ കളിയാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരുന്നു, നിങ്ങൾ വെറുതെ പാവം പിടിച്ചു പറ്റരുതെന്ന് പറഞ്ഞ് ഞാനാണ് ഇത്ര നാൾ അവരെ പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ല, ദൈവമായിട്ട് ചിലപ്പോ ഒരു അവസരം തന്നേക്കണിരിക്കാം. ഞാനപ്പോ ഈ ഓഫറും ഈ കാശും ഇതൊക്കെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നിട്ട് മാറും. കാരണം ആരോഗ്യമുള്ളപ്പോഴേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ദൈവം നിന്നില്ല. ഇവിടെ അവന്റെ മുതലല്ലോ ഇത്. അവന്റെ തരുന്നതിന് അവന്റെ മുതലാണ്. ഞാൻ പറഞ്ഞു ഇത് ജെന്നിയുടെ മുതലാണ്, അല്ലല്ല അവന്റെ മുതലാണ്, അല്ലല്ല ഗുരുവിന്റെ മുതലാണ്. ഇത് ഗുരുവിന്റെ മുതലാണ്. കിട്ടുന്ന കാശ് അല്ല. നാളെ എനിക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഈ പരമ്പരനെ പിന്നെ ആരും നയിക്കും? അന്നേരം ആരെങ്കിലും ഉണ്ട്. എന്തോ സന്യാസിമാരുള്ള വേറെ കിടപ്പുണ്ട്. ഈ ആത്മീയപരമായിട്ട് ആരും നയിക്കും? ആത്മീയപരമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഗുരുവിന്റെ കാര്യം ഇപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ സത്യപ്രായ സ്വാമിനെ കിട്ടേ പറ്റും. സത്യപ്രായ സ്വാമി നിൽക്കുകയാണെങ്കിൽ ശാന്തിഗിരി ആശ്രമം എന്താണെന്ന് അറിയാം. ഉറപ്പാണ് 100. നീ എറണാകുളത്ത് ആശ്രമം കണ്ടിട്ടില്ലേ? അത് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരു സന്യാസിനെ മാനിക്കാൻ പഠിച്ച സത്യപ്രായ സ്വാമി എന്നാണ്. കണ്ട ഒരു സന്യാസി ആരാണെന്ന് പഠിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാർത്ഥതയില്ല, പരമ്പരയാണ് അവരുടെ കുടുംബം. ഗുരുവാണ്. കാരണം ഗുരു ഇയാളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. എന്റെ വണ്ടി ഇരുന്ന ഗുരു പറഞ്ഞു അയാളെ കുറിച്ച് അത്ര വളരെ നല്ല മതിപ്പോട് ഗുരു പറഞ്ഞു. ഈ സത്യപ്രകാശ സ്വാമിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ചവിട്ടിയിട്ടേക്കണല്ലേ ഇദ്ദേഹം? അയാളെ ചവിട്ടി ഒതുക്കി കളഞ്ഞു. ഈ ചന്ദ്രൂരല്ലല്ലോ ഇപ്പൊ ജെന്നിയുടെ വീടാണ് ശരിക്കും ഇപ്പൊ ഗുരുവിന്റെ വീടായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഗുരു എന്ന് ഉദ്ദേശിക്കുന്ന കരുണാകര ഗുരു അല്ല ഇപ്പൊ ഗുരു. പിന്നെ അമൃത ജെന്നിയാണ് ഗുരു. അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. കാരണം ഇപ്പൊ ഗുരുവിന്റെ വീട്ടുകാർ ഇപ്പൊ അതിനെ ഫോളോ അപ്പ് ചെയ്യാണ്. ഇവരെ തൊഴുത് അങ്ങനെ നടക്കുകയാണ്. വിശ്വാസികൾ മുഴുവൻ അങ്ങനെ ആയി കഴിഞ്ഞു. എന്ത് ചെയ്യുന്ന ടൈമിങ് കറക്റ്റാണ്. ഞാൻ ഈ സംഭവം അന്ന് സന്തോഷം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാളെ ചീത്ത പറഞ്ഞ് തെറ്റായി പോയാന്ന് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടില്ലേ
ഒരു അല്ല, പാർട്ടി ഞാൻ നീ ഇങ്ങനെ അതുകൊണ്ടൊക്കെ എഴുതണം, അവരെ എതിർക്കണം അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ എതിർക്കണം എന്നുള്ളപ്പോഴാണ് ഞാൻ നിന്നെ എതിർക്കാൻ തുടങ്ങിയത്. കാരണം അവരങ്ങനെ ചെയ്യട്ടെ എന്നുള്ള അഭിപ്രായക്കാരാണ്. അവർ എതിർക്കണമെന്നേ, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം അവരങ്ങനെ ചെയ്യട്ടെ അല്ല, അവര് ചെയ്യും. പക്ഷെ ഞാൻ പിന്നെ അവരെ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോകില്ല. അതാണ് ഞാൻ പറഞ്ഞതേ. അവര് നല്ല കാര്യത്തിന് വേണ്ടി ശ്രമിക്കും. അവര് പറയണ ഗുരുത്വം കൊണ്ടുവരണം, ഗുരുവിന്റെ ആശയം ആശയം അവന്റെ കംപ്ലീറ്റ് എഴുതി ഞാൻ വായിച്ചപ്പോ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ അവര് പറയുന്നത്. ഈ നമസ്കരിക്കണം ശരിയല്ല തീർച്ചയായും ശരിയല്ല. കാരണം ഗുരു പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, ഗുരു വേറൊരു കാര്യം എന്നോട് പറഞ്ഞതാണ്. ഞാൻ നിൽക്കുമ്പോൾ എന്നോട് ഗുരു പറഞ്ഞെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒരിക്കലും ഗുരുവാകില്ല. അത് പറയുന്നുണ്ട് അവര്. ഇത് ഞാൻ നിൽക്കുമ്പോൾ ഗുരു എന്നടിക്കാൻ പറഞ്ഞത് സ്ത്രീകൾ ഒരിക്കലും ഗുരുവാകില്ല. സ്ത്രീക്ക് ഒരു ചാബല്യം ഉണ്ട്. ഇത് ഗുരുവിന്റെ വാക്കാണ്. കേട്ടില്ലേ? ഗുരുവിൻ്റെ വണ്ടി ഓടിച്ചിരുന്ന സന്തോഷാണ്. 2016 ഞാനുമായിട്ടുള്ള സംസാര മധ്യേ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ സംസാര മധ്യേ അദ്ദേഹം പറഞ്ഞ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് കേൾപ്പിച്ചത്. ഇത് ഇദ്ദേഹം പറഞ്ഞത് ഞാൻ വേറൊരു ചാനൽ വഴി പുറത്തു വിട്ടപ്പോൾ ഇദ്ദേഹത്തിനെ ഇവർ ഭീഷണിപ്പെടുത്തി അടിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ കൂടി ഞാനിവിടെ കാണിക്കാം. അത് എന്നിട്ട് സോഷ്യൽ മീഡിയ വഴി ഇവർ വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ചു. ഇതാണ് അതിൻ്റെ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്താനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ കാര്യം, അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണി ഉണ്ടായി. കാരണം ഇദ്ദേഹം ഒരു സന്ദർഭത്തിൽ എന്നോട് പറയുന്നുണ്ട്, അമൃതാജന് തന്ന പ്രസാദം ഞാൻ കഴിക്കാറില്ലെന്ന് പറയുന്നുണ്ട്, ഞാനത് വാങ്ങിച്ച് കളയാറില്ലെന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇത് തന്നെ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അതൊക്കെ സമയം സാറിനോട് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നോളൂ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇദ്ദേഹം താമസിക്കുന്നത് ഈ ആശ്രമത്തിൻ്റെ ആയുർവേദ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. അത് ആ സ്ഥലം ഗുരു വാങ്ങിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം മേടിച്ച കൂട്ടത്തിൽ ഇവരുടെ കയ്യിൽ നിന്നും പണം മേടിച്ച് അതിനൊരു കുറച്ച് പോർഷൻ ഇവർക്ക് കൊടുത്തിട്ട് ആശ്രമത്തിൻ്റെ ഈ കോമ്പൗണ്ടിനുള്ളിൽ, ഈ ആയുർവേദത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കൂടി വേണം ഇവർ വീട്ടിലേക്ക് പോകാനായിട്ട്. ആ വസ്തു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് അവകാശം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. വീടൊക്കെ വെച്ചിട്ടുണ്ട് ഇവരുടെ സ്വന്തമല്ല. അതിൻ്റെ പ്രോപ്പർട്ടി പേപ്പർ ഇതേവരെയും ഗുരു ഇരുന്ന കാലത്ത്, ഗുരു ശരത്തോടെ ഉണ്ടായിരുന്ന കാലത്താണ് ഇത് വാങ്ങിയതെങ്കിലും ഇത് ചെയ്തു കൊടുക്കേണ്ടവർ ഇത് പിന്നീട് ചെയ്തു കൊടുക്കാതെ ഇവരെയൊക്കെ കുരുക്കിയിട്ടേക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇദ്ദേഹത്തിനൊന്നും സ്വതന്ത്രമായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ചേക്കും. അതുതന്നെയല്ല, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിൽ കഴിഞ്ഞപ്പോൾ എന്നൊരു ആശ്രമത്തിൽ വന്ന് ജീവിച്ചിട്ട് ഇവർക്ക് പുറത്ത് ബന്ധങ്ങളില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ചോദിക്കാനില്ല. നാളെ ഒരു ഉപദ്രവമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർ പെട്ടുപോകും. മനസ്സിലായില്ലേ? അപ്പോൾ എന്നോട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാനത് ചാനൽ വഴി പുറത്തു വിട്ടപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇത് ഒളിച്ചു വെക്കാൻ പറ്റാത്ത കാര്യമാണ്. ഗുരുവിൻ്റെ ദേഹവിയോഗം പോലും സംശയാസ്പദമാണ്. ആരിൽ നിന്ന്? ഈ അമൃതാജനിൽ നിന്ന്. അതിൻ്റെ ഒരുപാട് ഊഹാപോഹങ്ങൾ ഇപ്പോഴും കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ വ്യക്തികൾ ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ തോന്നുമ്പോൾ അതൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചതുപോലും ഗുരുനിന്ദയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഇത് എന്നോട് പറഞ്ഞത് ഒരു ചാനലിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പിന്നെ തിരിച്ചു പറയിപ്പിച്ചത് ആശ്രമം എങ്ങനെയാണെന്നും കൂടി നമ്മളൊന്ന് നോക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സൽഗുരുവേ ശരണം. എൻ്റെ പേര് സന്തോഷ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പരിസരത്ത് 35 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശ്രമത്തിൽ നിന്ന് സേവനവും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 6/10/2019 ന്യൂസ് കഫേ ന്യൂസ് ചാനലിൽ എന്നെക്കുറിച്ചും ആശ്രമത്തെക്കുറിച്ചും സന്യാസിമാരെക്കുറിച്ചും വളരെ മോശമായ ഒരു വാർത്ത കാണാനിടയുണ്ടായി. യഥാർത്ഥത്തിൽ അതൊരു വ്യാജ വാർത്തയായിരുന്നു. ഇതിനു വേണ്ടി ഇന്നേ വരെയും ആർക്കും ഞാനൊരു ഇൻ്റർവ്യൂവും കൊടുത്തിട്ടില്ല. ഈ പ്രസ്ഥാനത്തെ തകർക്കുവാനും നശിപ്പിക്കുവാനും വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CP ചന്ദ്രബാബുവാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഇതിനെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ വ്യാജ വാർത്തകളിൽ ആരും പെട്ടുപോരുമെന്ന് എല്ലാ വിശ്വാസികളോടും ഞാൻ അപേക്ഷിക്കുന്നു. കേട്ടില്ലേ? ഇദ്ദേഹത്തിനെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം തന്നെ ആരുടെയും പ്രേരണയില്ലാതെ എന്നോട് സംസാരിച്ചത്, മനസ്സിലായ? പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹം ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അഥവാ നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം, എനിക്കെതിരെ വന്ന എല്ലാ നിയമ നടപടികളെയും ഞാൻ അതിനെല്ലാം പോസിറ്റീവായിട്ട് എടുത്തിട്ട് പോസിറ്റീവ് ആയിട്ട് കൊണ്ടു നിർത്തുകയാണ് ചെയ്തത്. മനസ്സിലായ? ഈ സ്ത്രീകുട്ടികളെയും ശ്രീമതി ചേച്ചിമാരെയൊന്നും ഇറക്കേണ്ടി വരില്ല. അദ്ദേഹം ആ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുക. കാരണം എനിക്ക് അതിന് മൂലം ഒരു നിയമ നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഏത് നിയമ നടപടി വന്നാലും
ഞാൻ അതിനെല്ലാം സ്വാഗതം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഏത് കാര്യം വന്നാലും അതിനെയെല്ലാം ഇത് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഞാൻ സബ്മിറ്റ് ചെയ്യും. ഏത് കേസാണോ എനിക്കെതിരെ ഫ്രെയിം ചെയ്യണം ആ കേസിനുള്ള ഡോക്യുമെൻറ്റ്സ് ഞാൻ എന്താ പറയുക, അതിന് എന്തുകൊണ്ടത് വന്നു എന്നുള്ളത് ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്യും. അതിനനുസരിച്ച് ഞാൻ വാദിക്കും. ഞാൻ വാദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ലേബർ കേസ് പോലും ഞാൻ സ്വന്തമായിട്ടാണ് വാദിച്ചു. ലേബർ കേസിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ അത് പറയാം. ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ഓഫീസിൽ കൊടുത്ത എൻ്റെ ഉപജീവനത്തൊക്കെയുള്ള കേസിൽ ഞാൻ സ്വന്തമായിട്ട് വാദിച്ചിട്ടാണ് അതിൽ എനിക്കുള്ള അനുകൂല വിധി കിട്ടിയത്. മനസ്സിലായ? അവർ അഡ്വക്കേറ്റിനെ വെച്ച് വാദിച്ചു, ഞാൻ സ്വന്തമായിട്ട് വാദിച്ചു. കാരണം എനിക്കാരെയും പഠിപ്പിക്കേണ്ട, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറിനോട് ചോദിച്ചു, താങ്കൾക്ക് സ്വന്തമായിട്ട് വാദിക്കാൻ പറ്റുമോ? ഞാൻ പറയും വാദിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുതെന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അതിനുള്ള അവർ നമുക്കുള്ള മാർഗ്ഗനിർദ്ദേശം തരും. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ കേസിൽ ധൈര്യപൂർവ്വം ഞാനത് ഇവരെയൊക്കെ ക്രോസ് വിസ്താരം ചെയ്തു. എന്തൊക്കെ ചോദിക്കണമെന്നുള്ളതെല്ലാം എന്താ പറയുക, ഇവരുടെ എല്ലാവരെയും നമ്മൾ ചോദിച്ചു. കാര്യങ്ങൾ ആ രീതിയിൽ എന്താ പറയുക, അതിനനുകൂലം വിധി കിട്ടി. പക്ഷേ ഇപ്പോഴും അത് നേരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിൽക്കുകയാണെങ്കിലും ഹൈക്കോടതി നിർദ്ദേശിച്ച കാര്യം പോലും ഇവരെന്താണ് പറയുക, ഘടകവിരുദ്ധമായിട്ടാണ്, ഇല്ലീഗലായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മനസ്സിലായ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ചെയ്യാമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ അപകടപ്പെടുത്താം. ഇപ്പോൾ ഈ വീഡിയോ വന്നതിന് പ്രകാരം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ അപകടപ്പെടുത്താം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കാം, ഇദ്ദേഹത്തിനെ കൊണ്ട് നിയമ നടപടി സ്വീകരിപ്പിക്കാം, എന്തും വരും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഗുരുവിൻ്റെ ഒരു വാക്ക് എന്ന് പറയുന്നത് അത് ഗുരുവാക്ക് തന്നെയാണ്. അത് സമകാലികനായ ഒരാൾ കേട്ടിട്ട് ഒരു സ്ത്രീ ഒരിക്കലും ഗുരുവായില്ലെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രസ്ഥാനത്തിലാവില്ല, വേറെ ആശയത്തിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ആവുമെങ്കിലേ ഉള്ളൂ. ഒരിക്കലും ഗുരു ഘടകവിരുദ്ധമായ ഒരു കാര്യം പറയത്തില്ലെന്ന് തന്നെയാണ് ആ ഓരോ ഗുരുവിശ്വാസികൾക്കും മനസ്സിലായോ? ഒരുപാട് കള്ളദർശനങ്ങൾ പറയിപ്പിച്ചുകൊണ്ട് ഗുരുസ്ഥാനത്ത് ഇരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കൽ തിരിച്ചറിയാതെ തന്നെ ചെയ്യും. ഒരുപാട് കാപട്യങ്ങൾ നിർത്തി ശിഷ്യപൂജിത ഗുരു എന്ന് പറഞ്ഞാൽ ആയില്ല. അതൊക്കെ ഓരോ ആത്മബന്ധുക്കൾക്കും വിശ്വാസി പരമ്പരക്കും ബോധ്യപ്പെടണം. പക്ഷേ ഇവരെ ആദ്യം നമ്മൾ വിശ്വസിച്ചെന്നുള്ള സത്യമാണ്. പക്ഷെ അത് ഈ കഴുതപ്പുറത്ത് വിഗ്രഹം ചുമന്നുകൊണ്ട് പോയ ആ അവസ്ഥയിലാണ് നമ്മൾ ഇവരെ വിശ്വസിച്ചത്. പക്ഷേ ഇവർ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടിട്ടാണ് തൊഴണമെന്നാണ് ഇവർ ധരിച്ചത്. അതിലും മതിമറന്നു പോയത് കൊണ്ടാണ് ഇവർ ഗുരുസ്ഥാനത്തേക്ക് വന്നെന്ന് പറഞ്ഞ് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത്. ഇവരുടെ അവസ്ഥാപൂർത്തീകരണം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വെറും നാടകമായിരുന്നു. ആ നാടകത്തെക്കുറിച്ച് പറയുന്ന ആ ഓഡിയോ ഞാൻ പ്രഭാഷണം, അന്നത്തെ ആ ചരിത്രം പറയുന്നു. ആ ചരിത്രം പറയുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ അടുത്ത വീഡിയോ അതുവഴി ചെയ്യുന്നതിനോട് ഞാനിത് പറയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആയുർവേദത്തിൽ ഈ സന്തോഷൻ്റെ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അതിനുള്ളിൽ താമസിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 43 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്ന ഒരു ബാങ്ക് മാനേജറും ഭാര്യയും, അവരുടെ ആ പ്രോപ്പർട്ടിയുടെ, അപ്പോൾ അവരുടെ ഒരു കുട്ടീനെ, 2 പെൺമക്കളാണ്. അപ്പോൾ അവരുടെ ഒരു കുട്ടീനെ ഇവിടെ സന്യാസിനിയാക്കാൻ, ഇളയ കുട്ടീനെ സന്യാസിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സന്യാസിയാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ആ 43 സെൻറ്റ് സ്ഥലത്തിൽ നിന്ന് 10 സെൻറ്റ് സ്ഥലം ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ആശ്രമത്തിൽ. കാരണം അതിൻ്റെ ഭാവിയിലുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആശ്രമമാണല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. പക്ഷേ ആ വസ്തു എഴുതേണ്ട ഒരു സമയം വന്നപ്പോൾ ഇവരെന്ത് ചെയ്ത്, അമൃതാചാര്യ പറഞ്ഞ് എൻ്റെ പേരിലേക്ക് എഴുതിയേക്കാൻ പറഞ്ഞു 10 സെൻറ്റ് സ്ഥലം. അങ്ങനെ അവർ ഭക്തരായതുകൊണ്ട് അവരെഴുതി കൊടുത്ത് ആ കുട്ടി സന്യാസിനിയായി. അത് കഴിഞ്ഞപ്പോൾ ഈ പറയുമ്പോൾ 33 സെൻറ്റ് സ്ഥലം ബാക്കിയുള്ള അത് വിൽക്കാൻ വേണ്ടി അവർ മരിച്ചുപോയി. 2 പേരും, ബാങ്ക് മാനേജരും ഭാര്യയും മരിച്ചുപോയി. പിന്നെ ഈ സന്യാസിനിയായ സഹോദരിയും മറ്റവരും മാത്രമേ ഉള്ളൂ. ബന്ധുക്കളോട് ആരോടും ബന്ധം ഉണ്ടാകരുതെന്ന് ഇവരോട് നേരത്തെ പറഞ്ഞ് ബന്ധുക്കളെ മൊത്തം അടച്ച്. അപ്പോൾ ഈ പെൺകുട്ടിയും ഭർത്താവും അതിൻ്റെ ഒരു മോളുമായിട്ട് ആ വീട്ടിൽ താമസിച്ചിരിക്കുകയും. അപ്പോൾ ഇവരുടെ കുറച്ച് പോർഷൻ കൂടി എടുത്തിട്ടാണ് അവിടെ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. എൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ഇടാം, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഒരു പകുതി പോർഷൻ ഈ 10 സെൻറ്റിലാണ് അമൃതാചാര്യയുടെ പേരിലെഴുതിയത്. പക്ഷേ ബാക്കിയെന്ന് പറയുന്നത് ഈ മറ്റവരുടെ പ്രോപ്പർട്ടിയിലാണ് ഇരിക്കുന്നത്. അതിനവർ തറവാടക ആശ്രമം കൊടുക്കുന്നുണ്ട്. ഒരു നിശ്ചിത തുക കൊടുത്തിട്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് ഈ വസ്തു വിൽക്കണം, ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നിയ സമയത്ത് ഇവർ ഈ വസ്തു വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ആശ്രമത്തിൽ നിന്ന് ഗുരുസ്വാമി ആദ്യം സപ്പോർട്ട് കൊടുത്തു. അമൃതാചാര്യ
സപ്പോർട്ട് കൊടുത്ത് ഇവരിത് വിറ്റ് ഈ പണം ഏകദേശം 21 ലക്ഷം രൂപയോളം ഒരു സെൻറ്റിന് വിലയുള്ള സ്ഥലമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് 33 × 21 ലക്ഷത്തോളം ഉണ്ട്. അത് എത്ര രൂപക്കാണ് അവർ എഗ്രിമെൻ്റ് എഴുതിയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് എഴുതി അഡ്വാൻസ് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ആശ്രമം ഈ ഇളയ കൊച്ചിനെ കൊണ്ടു ഈ അമൃതാജന്നിയുടെ പേരിൽ എഴുതി മേടിച്ച സ്ഥലം ആ കൊച്ചിൻ്റെ പേരിലല്ലല്ലോ. അപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചേക്കണം, അതിൽ ഭാഗം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്റ്റേ മേടിച്ചു, ആ വിൽപ്പനയ്ക്ക് സ്റ്റേ മേടിച്ചു. അതിപ്പോൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായത്? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അമൃതാജന്യ സ്വന്തം പേരിൽ ഈ ശ്രീകുട്ടി പറയുന്നത്. അതീവ സത്യപ്രകാശത്തിൽ പോയി തൊട്ടിട്ട് പോകുന്ന അമൃതാജന്യക്ക് എല്ലാ വസ്തുവകളിലോടും ആക്രാന്തം. എൻ്റെ അച്ഛൻ്റെ വസ്തു എഴുതി മേടിച്ച് ഇങ്ങനെ തന്നെയാണ്. മനസ്സിലായത്? വേറെ വീട് സ്ഥലം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ എഴുതി മേടിച്ചെങ്കിലും ദാനമായിട്ട് എഴുതി മേടിച്ചിരിക്കുന്നു അമൃതാജന്യ. മനസ്സിലായി? അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ സ്ഥലം ആ സ്ഥലത്താണ് ഈ വീടുള്ളത്. അത് അറിയാവുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അവരുടെ കാര്യം പോലും ഇപ്പം എന്ത് അവർക്ക് വിൽക്കാനും പറ്റുന്നില്ല, അവിടെ താമസിക്കാനും പറ്റാത്തൊരു ഗതികേടിൽ അവർ നിൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ ഒട്ടനവധി ഘടകങ്ങളിൽ ഓരോ മനുഷ്യരെയും കുടുംബ ബന്ധങ്ങളിലും പ്രോപ്പർട്ടി ലായനുകളും തളച്ച് ഉടക്കി കുരുക്കിയിട്ടേക്കല്ലേ. യഥാർത്ഥത്തിൽ വിശ്വാസ സമൂഹത്തിന് ഈ ശ്രീകുട്ടിയോടും ശ്രീമതി ചേച്ചിയോടും പറയാനുള്ള കാര്യം ബ്രഹ്മശ്രീ കരുണാകരൂരിൻ്റെ ഉത്തമ ഭക്തയായ ഒരു വിശ്വാസിയുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. അത് കേൾക്കുക. സദ്ഗുരുവേ ശരണം. ശ്രീയുടെയും ശ്രീമതിയുടെയും വീഡിയോ പരമ്പരകളിൽ ചിലത് കണ്ടു. അതിൽ ശ്രീ വ്യക്തമായി പറയുന്നുണ്ട്, ശിഷ്യപൂജിതയാണ് ശ്രീയുടെ ഗുരുവെന്ന്. ശാന്തിഗിരി ആശ്രമം ബ്രഹ്മശ്രീ കരുണാകര ഗുരു കഷ്ടപ്പെട്ട് ത്യാഗപ്പെട്ട് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. ശ്രീക്കും ശ്രീയുടെ ഗുരു ശിഷ്യപൂജിത എന്ന് സ്വയം പേര് സ്വീകരിച്ച തലയാട്ടൽ വിദഗ്ധയ്ക്കും തോന്യാസം കാണിക്കാനുള്ള സ്ഥലമല്ല അത്. ശാന്തിഗിരി ആശ്രമത്തിന്റെ വസ്തുവകകൾ വിറ്റും വിശ്വാസികളുടെ സമർപ്പണം അടിച്ചുമാറ്റിയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ശ്രീയുടെ ഗുരു സ്വന്തം പേരിൽ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. എത്രയോ വിശ്വാസികളിൽ നിന്ന് വീടും പുരയിടവും സ്വന്തം പേരിൽ എഴുതി വാങ്ങിയിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടുപോയി സ്വന്തമായി ഒരു ആശ്രമം തുടങ്ങി അവിടത്തെ സർവാധികാരിയായി ഇരിക്കട്ടെ ശ്രീയുടെ ശിഷ്യപൂജിത ഗുരു. ശാന്തിഗിരി ആശ്രമം ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനും കർമ്മം ചെയ്യാനും ഉള്ളതാണ്. അത് ഉപേക്ഷിച്ചു പോകും, സ്വന്തം ആശ്രമം തുടങ്ങും. ഗുരു 17 വർഷക്കാലം ശിവഗിരിയിൽ കർമ്മം ചെയ്തിട്ട് ഇവിടത്തെ അടുത്ത ഗുരുവാണ് ഞാൻ എന്ന് പറഞ്ഞില്ല. സ്വന്തം ആശയം ജനങ്ങളിലേക്ക് പകരാൻ പുതിയൊരു ആശ്രമം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ശാന്തിഗിരിയിൽ ഗുരു ചമഞ്ഞിരുന്ന് ഒരു സന്യാസി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തിട്ടും മതിയായില്ലേ? എത്ര ജന്മം അനുഭവിച്ചാലും തീരാത്ത അത്ര സ്വത്ത് ശാന്തിഗിരി വിശ്വാസികളെ പറ്റിച്ച് കരസ്ഥമാക്കിയിട്ടും മതിയായില്ലേ? വിശ്വാസികൾ എഴുതുന്ന എല്ലാ പുഷ്പാഞ്ജലിയിലും അവർ ആവശ്യപ്പെടാതെ തന്നെ ശിഷ്യപൂജിതയ്ക്ക് പുഷ്പാഞ്ജലി എന്ന് അവരെ കൊണ്ട് നിർബന്ധപൂർവം ചെയ്യിച്ച് അവരുടെ പണം ഊറ്റിയെടുത്താണല്ലോ ശ്രീയുടെ ഗുരു ശാന്തിഗിരിയിൽ വിലസുന്നത്. എനിക്ക് ശ്രീയോടും ശ്രീമതിയോടും നിങ്ങളുടെ ശിഷ്യപൂജിത ഗുരുവിനോടും പറയാനുള്ളത്, ക്വിറ്റ് ശാന്തിഗിരി. ശാന്തിഗിരി വിട്ട് പുറത്തു പോകൂ. കേട്ടില്ലേ? ഇതാണ് ആ വാക്കുകൾ. അതുകൂടാതെ ഇനി ഇവർക്കുള്ള മറ്റൊരു മറുപടിയുമായി വരുന്നത് വരെ സദ്വിഷണം.